ന്യൂസ് ഓൺ വ്യൂസിലേക്ക് സ്വാഗതം. സിദ്ദീഖിനെതിരെ യുവനടി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യം തള്ളിയ ഹൈക്കോടതി ഉത്തരവ് സമൂഹത്തിന്റെ സ്ത്രീവിരുദ്ധ സമീപനത്തിനോടുള്ള കരണത്തടി കൂടിയാണ്. പരാതിക്കാരിയുടെ സ്വഭാവം കണക്കാക്കിയല്ല, പരാതിയുടെ ഗൗരവം കണക്കാക്കിയാണ് കോടതിയുടെ നടപടി എന്ന് പറയുന്ന നീതിപീഠം പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു. ബിൽക്കിസ് ബാനു കേസ് പരാമർശിച്ച് അവസാനിക്കുന്ന ഉത്തരവ് ലൈംഗികാതിക്രമത്തിന് ഇരയായതിന്റെ പേരിൽ പരാതിക്കാരിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാനാകില്ല എന്ന അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞുവെക്കുന്നു. സിദ്ദീഖ് നടത്തിയ കുറ്റകൃത്യങ്ങളുടെ അതിഗുരുതരമായ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഇനി ഉണ്ടാകേണ്ടത് നിയമ നടപടികളാണ്, അറസ്റ്റാണ്. സിദ്ദീഖിനെതിരെ അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ഇന്നല്ല. എന്നിട്ടും സിദ്ദീഖ് വിദേശത്തേക്ക് കടന്നു എന്നതുൾപ്പെടെയുള്ള സെൻസേഷണൽ വാർത്തകൾ അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ കൂടി തുരങ്കം വയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണോ? ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി എത്തുന്നത് അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇടത് സഹയാത്രികൻ, പ്രൊഫസർ റോണി കെ ബേബി, കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് പി എം മാതിര, അഭിഭാഷക, ഒപ്പം തന്നെ സാമൂഹിക പ്രവർത്തക എന്നിവരാണ്. അഡ്വക്കേറ്റ് എൻ ലാൽകുമാറിലേക്ക്. ലാൽകുമാർ, മുൻകൂർ ജാമ്യമില്ല എന്ന കോടതി ഉത്തരവിന് ശേഷം അല്ല ലുക്കൌട്ട് നോട്ടീസ് അന്വേഷണ സംഘം പുറത്തിറക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 2 ആഴ്ചയ്ക്ക് മുൻപ് തന്നെ ലുക്കൌട്ട് നോട്ടീസ് വന്നിരുന്നതാണ്. ഇന്നിപ്പോൾ പുതിയ സാഹചര്യത്തിൽ അതൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമൊക്കെ അന്വേഷണ സംഘം ഒരിക്കൽ കൂടി അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നോക്കൂ, അതായത് സിദ്ദീഖ് രാജ്യം വിടുകയോ അന്വേഷണത്തിനോട് സഹകരിക്കാതിരിക്കുക ചെയ്യാനുള്ള സാധ്യത SIT മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു എന്ന് വേണം അതിൽ നിന്നും കരുതാൻ. ഇവിടെ ഇപ്പോൾ കസ്റ്റഡി അനിവാര്യമാണ് എന്നൊരു ഘട്ടം അത് കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ സിദ്ദീഖ് അന്വേഷണ സംഘത്തിന്റെ റഡാറിന് പുറത്താണ് എന്നുള്ളതാണ് മാധ്യമങ്ങൾ പരിപൂർണമായും വിശേഷിപ്പിക്കുന്നത്. കോടതിയുടെ ചില പരാമർശങ്ങൾ അന്വേഷണം പോലും വേണ്ട രീതിയിലല്ല എന്ന് വരുത്തി തീർക്കാൻ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെയായിരുന്നോ ഇന്ന് ശരിക്കും കോടതി ഉത്തരവിന്റെ യഥാർത്ഥ രൂപം? നോക്കൂ, ഇവിടെ ആദ്യം തന്നെ പല ചാനലുകളും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, നേരത്തെ തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൂടായിരുന്നോ? ഇതാണ് പ്രാഥമികമായി എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം. സത്യത്തിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ പെറ്റീഷൻ അല്ലെങ്കിൽ ആ അഡ്ജുഡിക്കേഷൻ കോടതിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ നോർമൽ കോഴ്സിൽ നമ്മളത് അറസ്റ്റ് ചെയ്യാറില്ല. വിൽ റെസ്പെക്ട് ദ കോർട്ട്. കോടതി ഉത്തരവ് എന്താണ് വരുന്നതെന്ന് നമ്മൾ സ്വാഭാവികമായി നോക്കും. നിയമത്തിൻ്റെ ഇൻട്രിക്കസീസിലേക്ക് പോയി നോക്കിയാൽ, അല്ലെങ്കിൽ അത്രയും പ്രിസൈസ് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നോർമൽ കോഴ്സിൽ നമ്മൾ അറസ്റ്റ് ചെയ്യാറില്ല. അത് വളരെ എവിഡൻ്റാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്കത് മനസ്സിലാവും. ചുമ്മാ ചാടിക്കയറി അറസ്റ്റ് ചെയ്യില്ല. കാര്യം കോടതി മറ്റൊരു ഉത്തരവ്, ഉദാഹരണം, ഈ കംപ്ലൈൻറ്റ് തന്നെ വരുന്നത് ഏതാണ്ട് 8 വർഷങ്ങൾക്ക് ശേഷമാണ്. 8 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഈ കോടതി തന്നെ നമ്മളോട് ചോദിക്കും, പിന്നീട് ചോദിക്കും, ഇത്രയും നാളും വെയിറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇതിന് 8 വർഷം കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണല്ലോ അല്ലേ, അത് അത്രയും കാലം കഴിഞ്ഞ് വരുന്നൊരു കംപ്ലൈൻറ്റിൽ ഞങ്ങളുടെ ജഡ്ജ്മെൻറ്റിന് വെയിറ്റ് ചെയ്ത് നിൽക്കാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ, അപ്പം നോർമൽ കോഴ്സിൽ സംഭവിക്കുന്നത്, ഞാൻ വളരെ കാര്യമായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്, അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണല്ലോ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ റിജക്റ്റ് ചെയ്യുന്നത് വഴി കോടതിക്ക് മനസ്സിലാകുന്നത്, കോടതി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ചാടിക്കേറി അറസ്റ്റ് ചെയ്യാൻ എന്താണ്, അതുകൊണ്ടല്ലേ ഈ പറയുന്ന എല്ലാ അതർ സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് വന്നിരിക്കുന്നതെന്നുള്ള ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത ഒരു കാര്യമാണ്. കാര്യം ദിസ് ഈസ് വെരി മച്ച് എ കോമൺ പ്രാക്ടീസ് വിച്ച് ഈസ് ബീൻ ഫോളോഡ്. അതാണ് ഇതിനകത്തെ സത്യം. അത് ആൾക്കാർക്ക് ചിലപ്പം മനസ്സിലാവുമായിരിക്കും, മനസ്സിലാകത്തില്ലായിരിക്കും. അതിപ്പം നമുക്കിങ്ങനെ പറയാൻ മാത്രമേ കഴിയൂ. അടുത്തൊരു ചോദ്യം, അടുത്ത പ്രഥമമായി നമ്മൾ എന്നെ കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മനുഷ്യന്, ഈ സിനിമാ നടന് ജാമ്യം നിഷേധിക്കുന്നത് എങ്ങനെയാണ്? എന്തടിസ്ഥാനത്തിലാണ് ജാമ്യം നിഷേധിക്കുന്നത്? ജാമ്യം നിഷേധിക്കുന്നത് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം കണ്ടുപിടിച്ച എവിഡൻസിനെ വെച്ചിട്ടാണ്. അതിൻ്റെ ബേസിസിലല്ലേ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ റിജക്റ്റ് ചെയ്യുന്നത്. പ്രൈമ ഫേസി ഒരു കേസ് ഉണ്ടെന്നും അദ്ദേഹത്തിനെതിരെ കൃത്യമായ എവിഡൻസ് ഉണ്ടെന്നും ആരാണ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയത്? അത് ഈ പറയുന്ന സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ അതിജീവിതയുടെ വക്കീൽ പോലും അല്ല, അത് പ്രോസിക്യൂഷനാണ്. അപ്പം പ്രോസിക്യൂഷൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഉപയോഗിച്ച് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ എവിഡൻസും കളക്ട് ചെയ്ത്
കോടതിയോട് പറയുകയാണ് എന്താണ്, ഇദ്ദേഹത്തിന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാൻ പാടില്ല, കാര്യം കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ്റെ ആവശ്യമുണ്ട്. ആ പ്രൂഫിൻ്റെ ഒരു പ്രൊബേറ്റീവ് ഫോഴ്സിൻ്റെ ഇഫക്റ്റ് തന്നെയാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന വേറെ ആരുമല്ല ഇതിന് കാരണമായിട്ടിരിക്കുന്നത്. അപ്പം ആ എവിഡൻസ് വളരെ സോളിഡ് ആണെന്ന് കോടതിയുടെ പരാമർശം വരുമ്പം അത് തന്നെ മതി. ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് എന്തുവാ ദ വേ ഇൻ വിച്ച് ദ ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഡൺ. ഇതാണ് സത്യം. ഇതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. പിന്നെ ലുക്കൗട്ട് നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം നാട് കടന്നു പോകരുത്. ഇപ്പോൾ വേണമെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, ഇദ്ദേഹം അമ്മയുടെ പരിപാടിക്ക് പങ്കെടുത്തല്ലോ, അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മയുടെ പരിപാടിക്ക് പങ്കെടുത്തല്ലോ, അവരുടെ ക്രിമേഷൻ സെറിമണിയിൽ പങ്കെടുത്തല്ലോ, അപ്പോൾ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. അറസ്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നു എന്നുള്ളത് അത്. പക്ഷേ രാജ്യം വിട്ടു പോകരുത് എന്നുള്ളത് സർക്കാരിനും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനും നിർബന്ധമായി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ലുക്കൗട്ട് നോട്ടീസിന് കാര്യം വരുന്നത്. കാര്യം ലുക്കൗട്ട് നോട്ടീസ് എയർപോർട്ടിലേക്ക് പോകും, അപ്പോൾ ഇദ്ദേഹത്തിന് അതുവഴി കടന്നു പോകാൻ പറ്റത്തില്ല. അത് നേരത്തെ കൊടുത്തിരുന്നു. അത് കൊടുക്കാതിരിക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ രണ്ടായിട്ട് വേണം നമ്മളതിനെ കാണാൻ. കാര്യം ഇദ്ദേഹം ഇവിടുന്ന് ദുബായ് പോയി കഴിഞ്ഞാൽ പിന്നെ പോലീസിനെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, എളുപ്പമല്ല. അതിന് വേറെ പ്രൊസീജിയറിലേക്ക് മാറി. അപ്പം ആ ഭാഗം തടയുകയും എന്നാൽ കോർട്ട് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ പറയുന്ന രീതിയിൽ എവിഡൻസിൻ്റെ വാല്യൂവിന്, അതിൻ്റെ ക്രെഡിബിലിറ്റിക്കൊന്നും ഒരു കുറവില്ല. അതുകൊണ്ടാണ് വളരെ ആ ഓർഡർ വായിച്ചാൽ നമുക്കറിയാമല്ലോ, വളരെ വ്യക്തമായി കോടതി പറയുന്നുണ്ട് ഇദ്ദേഹത്തിനെതിരെ തെളിവുകളുണ്ട്, മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. അത് നിഷേധിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് മുന്നോട്ട് വെച്ച വാദത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ള കാര്യം ആൾക്കാർ കേൾക്കുന്നവർക്ക് ആലോചിച്ചാൽ മനസ്സിലായാൽ നമ്മുടെ പകുതി പണി ഒഴിഞ്ഞു. കാര്യം വേറെ ആരും അല്ല അവിടെ വാദിക്കുന്നത്, സ്റ്റേറ്റ് ആണ് പൊസിഷൻ എടുക്കുന്നത്, പ്രോസിക്യൂഷനാണ് പൊസിഷൻ എടുക്കുന്നത്. കാര്യം ജാമ്യം കൊടുക്കരുത്. അല്ലാതെ സിദ്ദിഖിനെതിരായിട്ട് പോയൊരു വാദമല്ല, സിദ്ദിഖിന് അനുകൂലമായിട്ടൊരു വാദമല്ല സംസ്ഥാന സർക്കാർ വെച്ചിരിക്കുന്നത്. അപ്പം അതാണ് അടുത്ത ആദ്യം മനസ്സിലാക്കുള്ളത്. എനിക്കൊന്ന് അതോടുകൂടി കാര്യം ക്ലിയർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞത്. ഞാൻ വരാം. പ്രൊഫസർ റോണി കെ ബേബി, അതിനിശ്ചിതമായാണ് ഇന്ന് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യത്തെ പ്രോസിക്യൂഷൻ കോടതിയിൽ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത തരത്തിൽ സിദ്ദിഖിനെതിരെ വളരെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ്, കോൺക്രീറ്റ് എവിഡൻസ് ഉണ്ട് എന്ന് കോടതിയെ ബോധിപ്പിക്കുന്നു. അതിന്റെ ഒക്കെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു വിശദമായ വിധി മുൻകൂർ ജാമ്യാപേക്ഷയിൽ, സാധാരണഗതിയിൽ 22 പേജുള്ള ഒരു വിധി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വരുന്നത് അപൂർവമാണ്. അപ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങളെ അത്രമേൽ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിധി തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. നോക്കൂ, ഇതിൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ചില വെളിപ്പെടുത്തലുകൾ വരുന്നു, അതിൽ കേസെടുക്കുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ എൻ്റെ ചർച്ചയിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രതിനിധികൾ പറഞ്ഞത്, ഇവിടെ ആരോപണ വിധേയരൊക്കെയും ഉന്നതരാണ്, വേണ്ട നിലയിലുള്ള അന്വേഷണം ഇതിൽ നടക്കില്ല, സർക്കാർ അവരെ സഹായിക്കും, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ നിലയിൽ അവരെ രക്ഷപ്പെടാൻ സഹായിക്കും, അതിജീവിതകളുടെ എല്ലാ തരത്തിലുള്ള മുന്നോട്ട് പോക്കിനെയും അത് തടയും എന്നൊക്കെ തരത്തിലുള്ള വാദങ്ങളായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നോക്കൂ, ഈ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങളിൽ തന്നെ കൃത്യമായ ദിശയിലൂടെ അന്വേഷണം പോകുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയല്ലേ അത്? പ്രൊഫസർ റോണി കെ ബേബി മ്യൂട്ടാണെന്ന് തോന്നുന്നു. മ്യൂട്ടല്ലല്ലോ. ഇപ്പോൾ കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജിയുടെ, ബഹുമാനപ്പെട്ട CS ഡയസ് എന്ന ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ വിധിന്യായം ഞാൻ വായിക്കുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലത്തെ ഒരു വാദങ്ങള് എനിക്ക് അതിൻ്റെ അകത്ത് സംസ്ഥാന ഗവൺമെന്റ് അതിശക്തമായ ഒരു നിലപാട് എടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ജഡ്ജ്മെന്റ് വന്നെന്നുള്ള ഒരു ഫീൽ അല്ല എനിക്കുള്ളത്. ബഹുമാനപ്പെട്ട ആശ്രിത തന്നെ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ആ കോടതി വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതിയുടെ നിരവധിയായിട്ടുള്ള ജഡ്ജ്മെന്റുകൾ എടുത്ത് അതിനകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് ബിൽക്കിസ് ബാനു കേസ്. അപ്പോൾ നമ്മൾ ആ ജഡ്ജ്മെന്റ്, ഇന്നത്തെ ജഡ്ജ്മെന്റ് മുഴുവൻ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് പൂർണ്ണമായും ഇരയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായും സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് പ്രധാനമായിട്ട് സുപ്രീം കോടതിയുടെ ഉള്ള വിധിന്യായങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടുള്ള പ്രൈമ ഫേസിയ, അല്ലാതെ ഇവിടെ സംസ്ഥാന സർക്കാരോ അല്ല പ്രോസിക്യൂഷനോ മുന്നോട്ട് വെച്ച ആ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഒരുപാട് എവിഡൻസിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ ഉള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് എന്ന് എനിക്ക് അത് വായിച്ചിട്ട് പിന്നെ ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെയല്ലല്ലോ എനിക്ക് തോന്നുന്നത്. ആ ജഡ്ജ്മെന്റിൽ ഏറ്റവും വിശദമായി തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച തെളിവുകൾ, എന്തുകൊണ്ട് സിദ്ദീഖിന് മുൻകൂർ ജാമ്യം പാടില്ല, എന്തുകൊണ്ട് അയാൾ അറസ്റ്റിൽ വിധേയനാകണം, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ ആവശ്യമുണ്ട് എന്നുള്ളത് പ്രോസിക്യൂഷൻ ആയിരിക്കുമല്ലോ കോടതിയെ ധരിപ്പിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇവിടെ മുൻകൂർ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നത്. അപ്പോൾ ആ നിലയിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ കോടതിയിൽ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ നൽകിയിട്ടുണ്ട്. അതിൽ അങ്ങേക്ക് സംശയമുണ്ടോ ഇനിയും?
ഒരു 18 പേജ് എന്ന് പറയുന്നത് രണ്ട് കക്ഷികളുടെയും വാദമുഖങ്ങളാണ്. ഈ പറയുന്ന ഇരയ്ക്ക് വേണ്ടി അല്ലെ പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന സിദ്ദിഖിന് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ വാദമുഖങ്ങൾ. അവസാനത്തെ ഒരു 4 പേജിലാണ് കോടതിയുടെ നിരീക്ഷണങ്ങളെല്ലാം ജഡ്ജ്മെന്റ് ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ വളരെ കൃത്യമായി തന്നെ കോടതി ചോദിച്ച ചോദ്യമുണ്ട്. 2016 ഈ ക്രൈം ഒക്കർ ചെയ്തത് എന്ന് പറയുന്നു. 2019 കൃത്യമായി 2019 മെയ് മാസം 21 ഈ ഇര താൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന വാദങ്ങൾ ഫേസ്ബുക്ക് മുഖേന തന്നെ കൃത്യമായി തന്നെ ഈ പൊതുസമൂഹത്തെ അറിയിച്ചതാണ്. കൃത്യമായി തന്നെ ഈ ക്രൈമിനെ കുറിച്ച് കൃത്യമായി തന്നെയുള്ള വിശദാംശങ്ങൾ പറഞ്ഞതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് 2019 5 വർഷം കഴിഞ്ഞു, ഈ 5 വർഷത്തിനിടയിൽ ഒരു FIR ഇടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ കോടതി ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. 2024 വീണ്ടും പറയുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സംസ്ഥാന കോടതി വെച്ച് വാക്യം പറയാം. തിങ്സ് ലൈക്ക് സൈലൻസ് എന്നാണ്. സ്പിൻസ്, SPHINX, തിങ്സ് ലൈക്ക് സൈലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈജിപ്തിലൊക്കെ കാണുന്ന ഒരു രൂപമുണ്ട്. മനുഷ്യന്റെ ശിരസും സിംഹത്തിന്റെ ഉടലുമായി ഇരിക്കുന്ന നിശബ്ദമായിരിക്കുന്ന ഒരു രൂപം. ഹൈക്കോടതി ഇന്നത്തെ ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഈ 5 വർഷം സംസ്ഥാന സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്ര നിശബ്ദമായി, ഇതിനകത്ത് വളരെ പറയുന്നുണ്ട് മിസ്റ്റീരിയസ്, ആ വാക്ക് ഇന്നത്തെ ജഡ്ജ്മെന്റിലുണ്ട്. നിഗൂഢമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറച്ചു പിടിച്ചുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കോടതിയുടെ ഇടപെടലുണ്ടായിട്ടും അതിന്റെ അടിസ്ഥാനത്തിലല്ല ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ ഇന്ന് ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ അതിന്റെ അന്തസത്തയായി കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും ഒരു സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട്, ഇരയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന എവിഡൻസ് എന്ന് വെച്ചു കേസിന്റെ മെരിറ്റിലേക്ക് കടക്കാൻ വേണ്ടി കോടതി ഉദ്ദേശിക്കുന്നില്ല. ആ ജഡ്ജ്മെന്റിന്റെ അവസാനത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കുക. ഒരു മെരിറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഞങ്ങള് കമന്റുകളും ഇവിടെ പാസ്സാക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ബിൽക്കിസ് ബാനു കേസ് ഉൾപ്പെടെയുള്ള സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഇവിടെ വെച്ചുകൊണ്ട്, കാരണം ആ സ്ത്രീ അല്ലെങ്കിൽ ആ ഇരയായ സ്ത്രീ പൂർണ്ണമായും അർഹയാണ്. കാരണം എന്താ, ഞാൻ പറഞ്ഞത് 2024 ഫയൽ ചെയ്യപ്പെട്ട കേസില്ല, 2019 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പാട്ടില്ലേ, ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ഒരു സ്ത്രീ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടു എന്ന പൊതുസമൂഹത്തിന് മുമ്പിൽ ഒന്ന് വന്നാൽ തന്നെ ആ സ്ത്രീ പരാതി കൊടുക്കേണ്ട കാര്യമില്ല. പ്രൈമാ ഫേസിയ എന്താ പ്രഥമ ദൃഷ്ടിയ തന്നെ പ്രൊഫസർ റോണി കെ ബേബി, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ നോക്കൂ. പ്രൊഫസർ റോണി കെ ബേബി വിശദീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ആ കാര്യങ്ങൾ? നോക്കൂ, ഒന്നാമത്തെ കാര്യം തന്നെ ഈ മുൻകാലത്തെ സുപ്രീം കോടതി ഉത്തരവുകൾ ഇന്ന് കോടതി കോട്ട് ചെയ്യാൻ തന്നെ കാരണം ഇതിൽ പ്രതിഭാഗം സിദ്ദീഖിന്റെ വാദം പരാതിക്കാരിയുടെ മോറൽ സൈഡിനെ വളരെ മോശമാക്കി കോടതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ചില കേസുകളുടെ വിശദാംശങ്ങളൊക്കെ കോടതി പറയുന്നത്. ഞാൻ തുടക്കത്തിൽ അത് സൂചിപ്പിച്ചതും അങ്ങനെയാണ്. ആ നിലയിൽ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മുൻപ് അവർ ഫേസ്ബുക്കിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇത്ര ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണം അതിൽ ഉണ്ടായിരുന്നില്ല. സിദ്ദീഖിന്റെ വാദവും അതായിരുന്നു. ഇന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം കോൺഗ്രസിൻ്റെ പ്രതിനിധി നടത്തിയത് ഒരു സെലക്റ്റീവ് റീഡിംഗ് ആണ്. ഹി ഈസ് ഹാവിങ് ദ റൈറ്റ് ടു ഡു ദാറ്റ്. ഞാൻ അതിനകത്ത് എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ സെലക്റ്റീവ് റീഡിംഗ് നടത്തുമ്പോൾ നമ്മൾ പറയണമല്ലോ, നമ്മൾ കാര്യങ്ങൾ പറയണം. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി വന്നിരിക്കുന്ന ഒരു കേസല്ല ഇത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു റഫറൻസ് മറ്റൊരു റഫറൻസാണ്. അത് ഈ പറയുന്ന സിംഗിൾ ബെഞ്ചിൻ്റെ വാദം ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി കോടതിയിൽ കൃത്യമായി സംസ്ഥാന സർക്കാർ പറഞ്ഞു, കോടതി പറയുന്നത് നമ്മൾ കേൾക്കും എന്ന് പറയുകയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് ആ റിപ്പോർട്ട് പോയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിൽക്കുമ്പോൾ തന്നെ ഈ പറയുന്ന മൊഴി കൊടുത്ത ആൾക്കാർ വ്യക്തമായി വീണ്ടും പരസ്യമായി പറയുന്നു, ഞങ്ങളുടെ പേരും വിവരങ്ങളും പുറത്തു വരാൻ പാടില്ല എന്ന് വ്യക്തമായി WCC പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രിക്കേറ്റ് സബ്ജക്റ്റാണ്. അത് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ചുമ്മാതെ FIR ഇട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ ഈ ജഡ്ജ്മെന്റിന്റെ ഈ പറഞ്ഞ പ്രോസിക്യൂഷന്റെ എവിഡൻസിനെ ബേസ് ചെയ്തൊന്നും അല്ല ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ആ പാരഗ്രാഫ് 25 ഒന്ന് വായിക്കുക. ഞാനൊന്ന് വായിക്കാം. ടേണിംഗ് ബാക്ക് ടു ദ കേസ് ഓൺ ഹാൻഡ് ആൻഡ് ഓൺ ഓവറോൾ സ്ക്രൂട്ടനി ഓഫ് ദ ഫാക്ട്സ്. ഓവറോൾ സ്ക്രൂട്ടനി ഓഫ് എ ഫാക്ട്സ് എന്താണ്? ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റാ. അത് ആരാ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? നിൽക്കേ, ദ ലോ ഓൺ പോയിന്റ് ആൻഡ് മൈ റീസണിംഗ് ഗിവൺ എബവ് ആൻഡ് ഓൺ comprehending the nature, gravity and seriousness of the accusation alleged against the petitioner, coupled with the material placed. എന്താ മെറ്റീരിയൽ പ്ലേസ്ഡ്? എവിഡൻസ് ആണ്. അല്ല പിന്നെന്താ? മെറ്റീരിയൽ പ്ലേസ്ഡ് on record that prima facie shows the petitioner involved in the crime
that the petitioner's custodial interrogation is inevitable for proper investigation of the crime. ഇതാ ജഡ്ജ്മെന്റിനകത്ത് 25ാമത്തെ പാരഗ്രാഫാണ്. അപ്പം മെറ്റീരിയൽ ഫാക്ട്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു കോടതിക്ക് പ്രൈമ ഫേസിയ ഈ പറയുന്ന പോലെ ഒരു കേസുണ്ട്. ഒരു എവിഡൻസും ഇല്ലാതെ, ഒരു കാര്യമില്ലാതെ കോടതിക്ക് എങ്ങനെ ഊഹിക്കാൻ പറ്റുമോ? അത് ആ കാര്യത്തിൽ ഞാനത് ഇച്ചിരി വ്യക്തമായി തരാം. ലോവർ കോർട്ടിലേക്ക് മറ്റ് പരാതികൾ വന്നല്ലോ, വേറെ കേസ് ഉണ്ടായിരുന്നല്ലോ. ആ കേസിൽ എന്താ ആന്റിസിപ്പേറ്ററി കൊടുത്തത്? റോണി കെ ബേബി പറഞ്ഞ വാദമാണെങ്കിൽ സ്ത്രീകളുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ഒരു കോടതി അവിടെ ആന്റിസിപ്പേറ്ററി കൊടുക്കാൻ പാടില്ലായിരുന്നല്ലോ, അല്ലേ? ആന്റിസിപ്പേറ്ററിക്ക് അർഹതയില്ലാത്തത് ഈ പറയുന്ന അവസാനത്തെ സെന്റൻസിന്റെ ഭാഗം മാത്രമാണെങ്കിൽ ഈ പറയുന്ന ആന്റിസിപ്പേറ്ററി കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെയല്ല, ഇത് കപ്പിൾഡ് വിത്ത് അതർ തിങ് ആണ്. കാര്യം നിങ്ങൾക്ക് അത് മാത്രമായിട്ടല്ല എടുക്കേണ്ടത്, നിങ്ങളുടെ മുന്നിൽ എന്താണ് എവിഡൻസ്. ഒരാൾ ചുമ്മാതെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല, ഇവിടെ കൃത്യമായി എവിഡൻസ് ഉണ്ട്. റോണി കെ ബേബി പറഞ്ഞ വാദം അനുസരിച്ചാണെങ്കിൽ ഒരു കാരണവശാലും ഒരാൾക്കും ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടത്തില്ല. ഇങ്ങനൊരു കേസിൽ കിട്ടുമോ? അപ്പൊ അങ്ങനല്ല ഇതിനെ കാണണ്ടേ. അപ്പൊ മെറ്റീരിയൽ ഫാക്ട്സ് ഈസ് പ്രൊഡ്യൂസ് ബിഫോർ ദ കോർട്ട് ഹാസ് സീൻ ഇറ്റ്, കോർട്ട് ഹാസ് ടേക്ക് കോഗ്നിസൻസ് ഓൺ ദ മാറ്റർ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത് ഈ പറയുന്ന തെളിവുകളുണ്ട്. മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ തെളിവുകളുണ്ടെന്നുള്ളതാണ്. ആ തെളിവുകൾ ഞാനോ നിങ്ങളോ കോൺഗ്രസോ CPM ഒന്നും കൊണ്ടു കൊടുത്തതല്ല, പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി കിട്ടിയതിന്റെ തന്നെയാണ്. അല്ലാതെ കോടതിക്ക് ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാനേ പറ്റത്തില്ല. അത് ചുമ്മാതെ അങ്ങ് പറഞ്ഞതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ധാർമ്മികമായ തെറ്റുണ്ട്. നമുക്ക് നമ്മളോട് തന്നെ ഒരു ആത്മാർത്ഥത വേണമല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, അദ്ദേഹം പറഞ്ഞത് 100% തെറ്റാണ്. 100% തെറ്റാണ്. അഡ്വക്കേറ്റ് PM ആതിര, ഇപ്പോൾ ഇവിടെ നടന്ന സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട് താങ്കളുടെ അഭിപ്രായം താങ്കൾക്ക് പറയാം. അതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോടതിയുടെ ഇന്നത്തെ ഉത്തരവിൽ ഞാൻ അതുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നോക്കൂ, അതിലൊരു വരി, അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ, പരാതിക്കാരിയുടെ സ്വഭാവം കണക്കാക്കിയല്ല പരാതിയുടെ ഗൗരവം കണക്കിലെടുത്താണ് കോടതിയുടെ നടപടി എന്നതുൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ കോടതി നടത്തുകയാണ്. ഈ കേസിൽ പോലും ഈ യുവനടി ഈ പരാതി ഇങ്ങനെ ഒരു ലൈംഗിക പീഡനം നേരിട്ടു എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞതിന് പിന്നാലെ അവരെ വ്യക്തിഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ പശ്ചാത്തലം ചികഞ്ഞ് ആ നിലയിലുള്ള ഇടപെടലുകൾ നടത്താനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ നോക്കൂ, ആ ഘട്ടം മുതൽ നമ്മുടെ സംശയം ഒരാളുടെ സ്വഭാവം, അയാളുടെ മെറിറ്റ്, അയാളുടെ മുൻകാല പശ്ചാത്തലം എന്നുള്ളത് ഒരതിക്രമം നേരിട്ടു എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്ക് തുറന്നു പറയാനോ അതുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുന്നോട്ട് പോകാനോ തടസ്സമാകുന്നതാണോ എന്നുള്ളതായിരുന്നു. അതിൽ കൃത്യമായ നിരീക്ഷണം ഇന്ന് കോടതി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ കൂടി ഇന്നത്തെ കോടതിയുടെ പ്രൊസീഡിങ്സിനെ താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായും വിക്ടിം എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് അതിജീവിതകളായി മാറാൻ ആളുകൾക്ക് ധൈര്യം കൊടുക്കുന്ന, ആളുകളെ കൂടുതൽ മുന്നോട്ട് വരാൻ പ്രേരിപ്പിക്കും വിധമുള്ള ഒരു ഒബ്സർവേഷനാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. കാരണം കുറച്ച് കാലമായിട്ട് കോടതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ കേൾക്കുന്നത് മറിച്ചുള്ള പല കാര്യങ്ങളും കേൾക്കേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലാ കോടതിയിലെ ബെയിൽ അപ്ലിക്കേഷനൊക്കെ വരുന്ന ഘട്ടത്തിൽ അതിജീവിതമാരെ പരിഹസിക്കുന്ന വിധത്തിൽ, അവരെ അപഹസിക്കുന്ന വിധത്തിലൊക്കെയുള്ള ഒബ്സർവേഷൻസൊക്കെ നടത്തിയിട്ടുള്ള ന്യായാധിപരൊക്കെ നേരിട്ട് കാണേണ്ടി വന്ന, അവരുടെ കീഴിലൊക്കെ പണിയെടുക്കേണ്ടി വന്നിട്ടുള്ള ആളുകളാണ് ഞാനൊക്കെ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കോടതിക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതിന് പോലും ഒരു ഭൗതികാന്തരീക്ഷം കേരളത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും സർക്കാരിൻ്റെ ഇടപെടലുകൾക്കും SIT രജിസ്റ്റർ ചെയ്ത കേസുകളിലും സാധിച്ചു എന്നുള്ളത് തന്നെ ഈ ഇന്നത്തെ കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്രമാത്രം ഇടപെടൽ സാധ്യതകൾ ഉണ്ടാക്കി എന്നുള്ള നിലയ്ക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിനെന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ മെറിറ്റ് എന്നതിനപ്പുറത്തേക്ക് സെക്ഷൽ അബ്യൂസിന് വിധേയമാകുന്ന, ലൈംഗികാതിക്രമത്തിന് വിധേയമാകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെയുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ ആശ്വാസവും അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ പിന്തുണയുണ്ട്. ഈ വാചകം, എ വിമൻസ് എക്സ്പീരിയൻസ് ഓഫ് സെക്ഷൽ അസൾട്ട് ആർ നോട്ട് എ റിഫ്ലക്ഷൻ ഓഫ് ഹെർ ക്യാരക്ടർ ബട്ട് rather than an indication of her suffering എന്ന് പറയുന്ന സമയത്ത് ആ സഫറിങ്ങിനെ മനസ്സിലാക്കാനുള്ള ഒരു കണ്ണും ഒരു മനസ്സും ഹൃദയവും ഒക്കെ കോടതിക്കുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അതിനെത്തിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. SIT രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ ഉള്ളടക്കം കൊണ്ടത് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ SITയെയും പ്രോസിക്യൂഷനെയും ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്തിയ കോടതിയും ഒക്കെ ഈ ഇന്നത്തെ കാലത്ത് നടത്തിയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട് തന്നെ ഞാനതിനെ കാണുകയാണ്. മറ്റൊന്ന്,
അന്വേഷണം കൃത്യമായ വഴിക്ക് തന്നെ പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. കാരണം എത്രയോ മുമ്പ് നടന്ന ക്രൈമുകൾ, അതിലൊക്കെ പരാതിപ്പെടുന്ന സമയത്ത് എങ്ങനെയാണ് ഈ സംവിധാനങ്ങൾ എടുക്കുക എന്നൊക്കെയുള്ള ചോദ്യം വരുന്ന സമയത്ത് കാലതാമസം സംബന്ധിച്ചിട്ട് പലപ്പോഴും ഡിലേ നോട്ട് പ്രോപ്പർലി എക്സ്പ്ലെയിൻഡ് എന്നുള്ളതാണ് ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള പ്രതികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയുന്ന വാദം. അത് 2 ദിവസം വൈകിയാലും 1 ദിവസം വൈകിയാലും വർഷങ്ങൾ വൈകിയാലും നോട്ട് പ്രോപ്പർലി എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും മുൻകൂർ ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയൊക്കെ ഇവർ ശ്രമിക്കാറുള്ളത്. അപ്പോൾ പോലീസിൽ ഒരു പരാതിപ്പെടാൻ വൈകി എന്നുള്ളത് ഒരു റേപ്പ് കേസിൽ എങ്ങനെയാണത് അതിൻ്റെ മെറിറ്റിനെ ബാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങനെ ബാധിക്കില്ല എന്നുള്ളത് മുൻ സുപ്രീം കോടതി വിധിന്യായങ്ങളെ അടിവരയിട്ടുകൊണ്ട് പറയാൻ വേണ്ടി കഴിഞ്ഞു. പലപ്പോഴും പറയും, നിങ്ങൾ അത് അന്നേരം പറഞ്ഞില്ലല്ലോ. ഈ ട്രോമയിൽ നിൽക്കുന്ന സ്ത്രീയോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ അന്നേരം പറഞ്ഞില്ലല്ലോ എന്ന്. ഇവിടെ പറഞ്ഞല്ലോ 2019 എന്താ കേസ് എടുത്തില്ല. ലാൽകുമാർ ഇപ്പോൾ പറഞ്ഞു 2019 ആ സ്ത്രീക്ക് പറയുമ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ അന്നേരം എത്തിയിട്ടില്ല. ഈ എമ കമ്മിറ്റിയുടെ മുന്നിൽ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിനെ തുടർന്ന് കേരളത്തിൽ ഒരുങ്ങി വന്നിട്ടുള്ള ഒരു ഭൗതിക അന്തരീക്ഷത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അവർക്കിപ്പോൾ തുറന്നു പറയാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടായി കേരളത്തിൽ എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിൻ്റെ മേൽ ഇത്രയും ആക്ഷനിലേക്ക് വരുന്നു എന്നുള്ളതും അവരുടെ റൈറ്റാണ്, ഒരു സംശയവുമില്ല, റൈറ്റ് തന്നെയാണ്. പക്ഷേ ആ റൈറ്റിനോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നു ഒരു ഭരണ സംവിധാനത്തിന്, അതിൻ്റെ മറ്റ് സംവിധാനങ്ങൾക്കും എന്നുള്ള വലിയ കാര്യമാണ്. അത് അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതിനെയും വളരെ കൃത്യമായിട്ട് ഈ ജഡ്ജ്മെൻറ്റിനകത്ത് പറയുന്നു. അങ്ങനെയുള്ള ഒമിഷൻസ് വെച്ചുകൊണ്ട് മാത്രം അവരുടെ മൊഴിയെ റദ്ദാക്കാൻ വേണ്ടി കഴിയില്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, പെനിട്രേറ്റീവ് സെക്ഷൽ ഒഫൻസ് നടന്നില്ലല്ലോ എന്നൊക്കെയുള്ള പഴയ ചോദ്യങ്ങൾ ഇത്രയും ലോ അമെൻമെൻ്റ് ഒക്കെ നിർഭയ കേസിന് ശേഷം പിന്നെ നമ്മുടെ ക്രിമിനൽ നിയമങ്ങൾക്കകത്ത് ഇത്രയും മാറ്റങ്ങൾ വന്നതിന് ശേഷം ഇപ്പോഴും കോടതിക്കകത്ത് പെനിട്രേറ്റീവ് സെക്ഷൽ ഒഫൻസ് നടന്നില്ലല്ലോ. അതാണ് എന്തൊരു കൂടിയ സംഭവം. അല്ലാത്തതൊക്കെ റദ്ദാക്കും വിധമുള്ളൊരു, അതിനൊക്കെ ചുരുക്കി കാണിക്കും വിധം. അതിനോടും ഈ കോടതി വിധി വലിയ ഗംഭീരമായിട്ട് അജിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ വേണ്ടി പറ്റില്ല എന്നും 375 ഡെഫിനിഷനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ആഴത്തിലുള്ള ലൈംഗികാതിക്രമം തന്നെയാണ് എന്നും പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മളുടെ ഒരു പൊതുബോധം സാറ്റിസ്ഫൈഡ് ആവുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റിലാണ്. അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ആളുകൾക്ക് ഇത് വേണ്ട രീതിയിൽ നടക്കുന്നില്ലേ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അറസ്റ്റ് കൂടി നടക്കുക എന്നുള്ളത് ഇതിനകത്ത് പ്രധാനം തന്നെയാണ്. അതിലൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് തന്നെയാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളുക എന്നുള്ളത്. പലരുടെയും ആൻറ്റിസിപ്പേറ്ററി ബെയിലുകൾ പിന്നെ അനുവദിക്കുന്നതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് കൃത്യമായ കേസും അന്വേഷണവും നടക്കുന്നു എന്നുള്ളതിനുള്ളൊരു തെളിവാണ്. ഇത്രയും പ്രബലനായിട്ടാണ് മറുഭാഗത്ത് ഉണ്ടായിട്ട് പോലും ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളുമ്പോൾ ഇത്രയും വിശദമായി പറഞ്ഞുകൊണ്ട് തള്ളാൻ സന്നദ്ധമായി ഒരു ചെറിയ കാര്യമല്ല, വളരെ കോൺഫിഡൻസ് തരുന്നതാണ്. SITയുടെ മുന്നിൽ രജിസ്റ്റർ ചെയ്ത ഇതര കേസുകൾക്കകത്ത് ഇപ്പോഴും പേടിയോടുകൂടി കാണുന്ന, മൊഴി കൊടുക്കാൻ കൂടി ഭയക്കുന്ന, അവരുടെ വ്യക്തി ജീവിതത്തെ, അവരുടെ പ്രൊഫഷനെ, അവരുടെ കുടുംബജീവിതത്തെ എങ്ങനെ ബാധിക്കും, സമൂഹം അവരെങ്ങനെ കാണുമെന്നുള്ള ആകുലതകളിൽ പെട്ട് ഇപ്പോഴും ഉഴറി നിൽക്കുന്ന ഒരുപാട് പേര് പോലീസിന് FIR രജിസ്റ്റർ ചെയ്ത കേസുകൾക്കകത്ത് പോലും ഉണ്ട്. അവർക്കുൾപ്പെടെ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയും വിധമാണ് ഈ കേസിനകത്തെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളിക്കൊണ്ടുണ്ടായിട്ടുള്ള ഈ വിധി. അതിന് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കേരള സമൂഹം കാണണം എന്നുള്ളതാണ്. അതിൽ പ്രോസിക്യൂഷൻ ഫെയിൽഡ് ആയിരുന്നെങ്കിൽ, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഫെയിൽഡ് ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു വിധിയായിരുന്നു ഉണ്ടാവുക, മറിച്ചാവുമായിരുന്നില്ലേ? അങ്ങനെ അല്ലാതൊരു വിധി വരുമ്പോൾ അത് കോടതിയുടെ മാത്രം ഒബ്സർവേഷൻ്റെ പുറത്ത് മാത്രം ഇങ്ങനെയൊക്കെ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ഇതിനകത്ത് SITനെയും പ്രോസിക്യൂഷനെയും സംവിധാനത്തെയും ഈ ഇങ്ങനെ അങ്കലാപ്പിൽ നിൽക്കുന്ന സ്ത്രീകൾ കൂടുതൽ അങ്കലാപ്പിലാക്കും വിധമുള്ള ചർച്ചകൾ ആർക്കാണ് ഗുണം ചെയ്യുക? അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾക്ക് പകരം അവർക്ക് കോൺഫിഡൻസ് കൊടുക്കും വിധം SIT ശരിയായ വഴിയിൽ തന്നെ പോകുന്നുണ്ട് എന്നുള്ളതും, പ്രോസിക്യൂഷൻ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിജീവിതയോടൊപ്പമുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ കേസിലെ പരാതിക്കാരി കുറച്ചുകൂടി ബോൾഡായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. മറ്റു കേസുകളിലെ പരാതിക്കാരികൾ കൂടി ഉണ്ടാക്കാൻ കഴിയും വിധമുള്ളൊരു വിധിന്യായമാണ്. അതിന് ആ രീതിയിൽ തന്നെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യണം. അതിന് അതിജീവിതയ്ക്കൊപ്പം നിന്നിട്ടുള്ള അഭിഭാഷകനുണ്ട്, പ്രോസിക്യൂഷനുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. അവരൊക്കെ SIT ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് നടത്തിയിട്ടുള്ള പണികളെയൊന്നും നമുക്കങ്ങനെ ചുരുങ്ങി കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു അന്തരീക്ഷം നമ്മുടെ ചുറ്റിലും ഉണ്ടായി വന്നതെന്നുള്ളത് തീർച്ചയായും കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫിഡൻസ് തരുന്നത് തന്നെയാണ്.
അതിന് നമുക്ക് രാഷ്ട്രീയമായ ചെറിയ പഴുതുകൾ ഉണ്ടാക്കിയിട്ട് അതിനെ ദുർബലപ്പെടുത്തുന്നതിൽ അത് ഗുണം ചെയ്യില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ക്ലിയർ ആണ്. പ്രൊഫസർ റോണിക്ക് ബേബി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡ്വക്കേറ്റ് ലാൽകുമാർ ആയാലും PM ആതിരി ആയാലും പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന വിധി തന്നെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നത് പ്രോസിക്യൂഷൻ നൽകിയിട്ടുള്ള തെളിവുകളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ്. ഇനി അങ്ങനെയല്ലെങ്കിൽ സമാനമായ രീതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്നിട്ടുള്ള തുറന്നു പറച്ചിലുകളിൽ അതിൻ്റെ മേലിൽ എടുത്തിട്ടുള്ള കേസുകളിലൊക്കെയും മുൻകൂർ ജാമ്യം ലഭിച്ച പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളവർ പുറത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ മാത്രം അത് ഉണ്ടാകാത്തത് ഈ കേസിന്റെ മെറിറ്റിനെ അത്രമേൽ ആഴത്തിൽ കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആയതുകൊണ്ട് തന്നെ ആകില്ലേ? ഒരു നോർമൽ യുക്തിയിൽ പോലും നമുക്കത് മനസ്സിലാകുന്ന കാര്യമല്ലേ? എനിക്ക് ഈ ഒരു വിധിന്യായവുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ ഒരു ചെറിയൊരു ക്ലാരിറ്റി പിന്നെ വരേണ്ടതുണ്ട്. അത് ബഹുമാനപ്പെട്ട ഡോക്ടർ ലാലോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ആതിരയോ അതൊന്ന് ക്ലിയർ ചെയ്യുവാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായി തന്നെ ജഡ്ജ് പറഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. കാരണം പ്രോസിക്യൂഷൻ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലോ അല്ലെങ്കിൽ അവരുടെ പിന്നെ അവിടെ വന്ന കൗണ്ടറോ അതിന്റെ ഡോക്യുമെന്റ്സ് നമുക്ക് ലഭ്യമല്ല. അതിനകത്ത് ജഡ്ജി കൃത്യമായി പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, FIR കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2, ചാർജ് ഷീറ്റ് പിന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ചെയ്തിട്ടുള്ളതായിട്ട് ജഡ്ജി പറയുന്നു. എന്നിട്ട് ജഡ്ജി അതിനകത്ത് പറയുന്നത് ഈ പറഞ്ഞ കസ്റ്റഡിയൽ പിന്നെ ഇൻട്രോഗേഷൻ ഇത് പിന്നെ പ്രോസിക്യൂഷൻ അതിനകത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്നതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ഈ പാരഗ്രാഫ് 14, ആ പാരഗ്രാഫ് 14 പറയുന്നത് പേജ് നമ്പർ 17 പാരഗ്രാഫ് 14 പറയാണ്, ഇറ്റ് വിൽ ബി അൺഫെയർ ടു പ്രസ്യൂം ഓൺ അവർ പാർട്ട് ദാറ്റ്. കോടതി പ്രസ്യൂം ചെയ്യുകയാണ്, കോടതി ഊഹിക്കുകയാണ്. എന്താ ഊഹിക്കുന്നത്? ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡസ് നോട്ട് റിക്വയർ റെസ്പോണ്ടന്റ് നമ്പർ 1 ഫോർ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ FIR കൊടുത്തു, 2 ചാർജ് ഷീറ്റ് കൊടുത്തു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ ഈ പറയുന്ന കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ പിന്നെ ആവശ്യപ്പെടുമെന്ന് ഞങ്ങൾ പ്രസ്യൂം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇത് നടത്തുമെന്ന് സ്വാഭാവിക നടപടിയായി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഞങ്ങൾ അത് അനുമാനിക്കുകയാണെന്നാണ് കോടതി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്തൊരു പിന്നെ വ്യക്തതയില്ല പ്രോസിക്യൂഷൻ ഈ പറയുന്ന കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ. കാരണം ആ ജഡ്ജ്മെന്റ് മുഴുവൻ എന്തുകൊണ്ടാണ് ഈ ബെയിൽ കൊടുക്കാത്തത് എന്നതിന് കാരണമായി ഹൈക്കോടതി കൃത്യമായി എൻ്റെ അടുത്ത് പറയുന്നത് ഈ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആണ്. കാരണം അതാണ് പ്രധാനപ്പെട്ടത്. കാരണം ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടർ ലാലു പറഞ്ഞതിനോടൊക്കെ പിന്നെ ഞാൻ പിന്നെ യോജിക്കുന്നുണ്ട്. കൃത്യമായി തന്നെ ഫാക്ട്സ്, എവിഡൻസ് ഒക്കെ ഞാൻ അതിലൂടെ ഒക്കെ പറയുന്നു. കാരണം നമുക്കറിയാം, കാരണം സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ അഡ്വക്കേറ്റ് PM ആതിര, ഇപ്പോൾ പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞൊരു സംശയം, അത് നിയമപരമായ ജഡ്ജ്മെന്റിലുള്ളതാണ്. താങ്കൾ ആ പാരഗ്രാഫ് വായിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് അതിന് മറുപടി ഒന്ന് പറയാമോ? അല്ല, അതിനകത്ത് പ്രോസിക്യൂഷൻ കൊടുക്കുന്ന ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ടിനകത്ത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്തായാലും വേണം എന്നുള്ളത് പറയും. കാരണം ഏത് കേസിനകത്തും, ഏത് ചെറിയ കേസിനകത്തും വലിയ കേസിനകത്തും പ്രോസിക്യൂഷൻ ഒബ്ജക്ഷൻ വെക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഈസ് നെസസറി എന്നുള്ളതാണ്. അത് ഒഴിവായിക്കൊണ്ട് ഒരു ഒബ്ജക്ഷൻ റിപ്പോർട്ട് ഉണ്ടാവില്ല. ആ ഒബ്ജക്ഷൻ റിപ്പോർട്ട് അതിൻ്റെ അനക്ഷറായിട്ടുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കാം. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒബ്ജക്ഷൻ ഈ പ്രോസിക്യൂഷൻ്റെ ഒബ്ജക്ഷൻ ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ടിനകത്ത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഈസ് നെസസറി എന്ന് കൃത്യമായി പറഞ്ഞിരിക്കും. അങ്ങനെയല്ലാത്ത ഒരു പിന്നെ ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ട് സാധാരണഗതിയിൽ പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യാറില്ല. അപ്പോൾ അതുണ്ടാകുമെന്ന് അനുമാനിച്ചുകൊണ്ടാണ് അതിനകത്ത് വിധിക്കകത്ത് എഴുതിയിട്ടുള്ളത്. അത് ആവശ്യമുണ്ടാകുമെന്നുള്ള അനുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ആതിര ചോദിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ മുൻകൂർ ജാമ്യം കൊടുത്താൽ പ്രതിയുടെ മറ്റ് പവർ, അധികാരം അല്ലെങ്കിൽ ആ നിലയിലുള്ള സ്വാധീനം, അതിനെക്കുറിച്ചൊക്കെയും വിശദമായി തന്നെ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണല്ലോ ഈ ജഡ്ജ്മെന്റിൽ കോടതി പറയുകയും ചെയ്യുന്നത്, സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച്. അല്ല, അത് പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പ്രോസിക്യൂഷന് അങ്ങനെ ഒരു സ്റ്റാൻഡ് ആണല്ലോ അവിടെ എടുക്കാൻ കഴിയുക. പക്ഷെ ഇതിന്റെ അകത്തുള്ള മറ്റൊരു പ്രശ്നം, കാരണം അതുകൂടി നമ്മൾ പിന്നെ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടത്, നമ്മുടെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ ഇക്വാളിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഒക്കെ പറയുമ്പോഴും അവിടെ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് എന്നൊരു സംഭവം കൂടിയുണ്ട്. നമ്മൾ ഇവിടെ ഈ പറയുന്ന ഇന്ന് സിദ്ദിഖിനെതിരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ബഹുമാനപ്പെട്ട നമ്മുടെ പിന്നെ MLA മുകേഷുമായി ബന്ധപ്പെട്ട്, കാരണം ഈ സിദ്ദിഖിനെതിരെ അതേ കേസുകൾ തന്നെയാണ്, അതേ വകുപ്പുകൾ തന്നെയാണ് ഈ മുകേഷിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. കാരണം ഭാരത ന്യായ സംഹിതയുടെ 376, 506 ഈ 2 വകുപ്പുകളാണ് ഈ പറയുന്ന മുകേഷിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം വളരെ പിന്നെ ഈസി ആയിട്ട് പുറത്ത് നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് അതിന്റെ ഒരു പ്രശ്നം ഇന്നുകൂടി നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ടും അത് ജനത്തിന് ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മൾ പറയുന്നു സ്വാധീനമുള്ള ആളുകളാണ്
അതുകൊണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞ ആദ്യത്തെ ആ ഒരു ലോജിക്ക് അതാണല്ലോ ലാൽകുമാറും ചോദിച്ചത്. നോക്കൂ, അങ്ങനെ ഇത്തരം കേസുകളിൽ സ്ത്രീകളുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാട് കോടതികൾ സ്വീകരിക്കുന്നു, അത് മാത്രമാണ് ഇന്നത്തെ ജഡ്ജ്മെന്റിന്റെ ആധാരമെങ്കിൽ കഴിഞ്ഞ ദിവസം മുകേഷിന്റെ കേസ് പരിഗണിച്ചപ്പോഴും അത് ഉണ്ടാകണം. മുകേഷിന് മുൻകൂർ ജാമ്യം കൊടുത്തതും ഇതേ കോടതിയാണല്ലോ. അപ്പോൾ അങ്ങനെയല്ല, പ്രൊഫസർ റോണി കെ ബേബി ആദ്യം പറഞ്ഞ വാദത്തിന് അത് പൊളിയുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ താങ്കൾ അവസാനം പറയുന്ന നിരീക്ഷണം അല്ല ആദ്യം ഈ പിന്നെ എറണാകുളം പിന്നെ ജില്ലാ കോടതിയാണല്ലോ, എറണാകുളം ജില്ലാ കോടതിയാണല്ലോ ആദ്യം ഈ പിന്നെ മുകേഷിന് പിന്നെ അവിടെ പിന്നെ ബെയിൽ കൊടുത്തത്. അപ്പോൾ അതിനെതിരെ പ്രോസിക്യൂഷൻ ആ ബെയിലിനെതിരെ എന്ത് നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയി എന്നത് കൂടി ഇവിടെ നമ്മൾ സ്വയം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനകത്ത് ശക്തമായിട്ട് ഈ മുകേഷിന് ബെയിൽ കൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ എത്ര ശക്തമായ സ്റ്റാൻഡ് എടുത്തു. നമ്മളിവിടെ പിന്നെ വാർത്താ ഹെഡ്ലൈൻസിൽ കേൾക്കുന്നത് അല്ലെ മുകേഷിന് ജാമ്യം കിട്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന സിദ്ദിഖിന് ജാമ്യം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക സംശയം. ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ലാൽകുമാർ പറഞ്ഞതുപോലെ ഇവര് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇവര് ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിൽ, കാരണം ഈ കേസുകളൊക്കെ പിന്നെ തുടച്ചു നീക്കപ്പെടും. ഈ കേസ് ഈ പറയുന്ന ഈ പിന്നെ ഇരകളെയൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ ഇന്നത്തെ ഈ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനു മുൻപ് തന്നെ പിന്നെ 2019 ഈ അതിജീവിത ഫേസ്ബുക്കിലൂടെ, പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഈ 2019 അവര് ഫേസ്ബുക്കിലൂടെ നടത്തിയ വെളിപ്പെടുത്തല് പിന്നെ അവര് ഏത് ലെവലിലേക്കുള്ള ഒരു പിന്നെ പീഡനമാണല്ലോ, അവർക്കെതിരെ എന്ത് ലൈംഗിക അതിക്രമം ഏത് ലെവലിലേക്ക് ആണ് വന്നത് എന്ന് അവർ പറഞ്ഞില്ല എന്നൊക്കെ പിന്നെ അതുകൊണ്ട് കേസ് എഫ്ഐആർ എടുത്തില്ല എന്നൊക്കെ പറയുന്നത് അത്ര ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരിക്കലും ഒരു സ്ത്രീക്ക് പിന്നെ വന്ന് താൻ എങ്ങനെയൊക്കെയാണ് ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത്, അല്ലെ തന്നെ എത്രമാത്രം ക്രൂരമായിട്ടാണ് റേപ്പ് ചെയ്തത്. പക്ഷേ പ്രൊഫസർ റോണി കെ ബേബി അത് മറ്റൊരു സാഹചര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ മുൻപ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അത് മറ്റൊരു സാഹചര്യത്തിലാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ എൻ ലാൽകുമാർ, ക്ഷമിക്കണം, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ മുകേഷിന്റെ കാര്യം ഇവിടെ പ്രൊഫസർ റോണി കെ ബേബി പറയുന്നുണ്ട്. ഈ കേസുകളുടെയൊക്കെയും മുൻകൂർ ജാമ്യവാദം കോടതിയിൽ നടക്കുന്ന സമയത്ത് ഇരു കക്ഷികളും പറയാനുള്ളതൊക്കെയും കോടതിയുടെ മുന്നിൽ പറയുകയും ഇരുഭാഗത്തുമുള്ള തെളിവുകൾ അവിടെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യം വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി പോകുന്നത് തന്നെ. അത് തന്നെയല്ലേ മുകേഷിന്റെ കാര്യത്തിലും നടന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പ്രോസിക്യൂഷന് ഇൻ ഫേവർ ഓഫ് മുകേഷ് കോടതിയിൽ ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഇവിടെ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ റോണി കെ ബേബി കഴിഞ്ഞ സ്ട്രെച്ചിൽ പറഞ്ഞത് ഒന്നും തന്നെ ഞാൻ കേട്ടില്ല. കാര്യം ഇവിടെ ടെലിഫോണിനൊരു ഡിസ്കണക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഒന്നും തന്നെ കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ട്, ഞാൻ ഏതെങ്കിലും മറുപടി പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പറയാം. ലാസ്റ്റിൽ പറഞ്ഞത് ഞാൻ കേട്ടു. നോക്കൂ, മുകേഷിൻ്റെ കേസിൽ എന്താ സംഭവിച്ചത്? മുകേഷിൻ്റെ കേസിൽ മുകേഷിൻ്റെ ഭാഗത്ത് ഈ ലേഡിയുടെ ക്ലെയിമിനെതിരെ അല്ലെങ്കിൽ വിക്ടിമിൻ്റെ ക്ലെയിമിനെതിരെ പറയാൻ അദ്ദേഹത്തിൻ്റെ എവിഡൻസുകൾ ഉണ്ടായിരുന്നു. ഹി ഹാസ് അഡ്യൂസ് സർട്ടൻ എവിഡൻസ് ബിഫോർ ദ സെഷൻസ് കോർട്ട്. അതാണ് അപ്പോൾ അതാ പറഞ്ഞേ, ഇത് രണ്ടും കൂടെ ചേർന്ന് ഇതൊരു വെയിങ് സ്കെയിലാണ്. നമ്മൾ മുകേഷിൻ്റെ കേസിലാണെങ്കിലും എക്സിൻ്റെ കേസായാലും വൈയുടെ കേസാണെങ്കിലും വിക്ടിമിൻ്റെ കൂട്ടത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാധ്യതയാണ്. അതിനകത്ത് CPM-ഉം കോൺഗ്രസും ഒന്നുമില്ല. വിക്ടിമിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കുക എന്നുള്ളത് കാര്യം ലോ അങ്ങനെയാണ് പ്രിസ്യൂം ചെയ്യുന്നത്. ലോയുടെ പ്രിസംഷൻ എന്താ? അവരുടെ ഓറൽ സ്റ്റേറ്റ്മെൻറ്റിന് വലിയ വാല്യൂ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ലോയുടെ പ്രിസംഷൻ നടത്തുന്നത്. ലോ അങ്ങനെ പ്രിസംഷൻ നടത്തുന്നതിന് കാര്യം എന്താ? സമൂഹം അങ്ങനെ പ്രിസ്യൂം ചെയ്യണം എന്നുള്ളതുകൊണ്ട് സമൂഹത്തിൽ ഈ പറയുന്ന ഒരു ഡിറ്ററൻസ് ക്രിയേറ്റ് ചെയ്യണം, നിയമം അതൊരു ഡിറ്ററൻറ്റ് ഇഫക്റ്റ് അതിനകത്ത് ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ടാണ് ലോ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ ചിന്തിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ മുകേഷിൻ്റെ കേസിലാണെങ്കിലും മറ്റാരുടെ കേസിലാണെങ്കിലും ആ സ്ത്രീയോടൊപ്പം നിൽക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അത് സമൂഹത്തിൽ ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ്. അത് ഞാൻ ഒരു കാരണവശാലും റദ്ദ് ചെയ്ത് കളയത്തില്ല. പക്ഷേ ഈ പറഞ്ഞ അലിഗേഷൻ അല്ലെങ്കിൽ മുകേഷിനെതിരെ വരുന്ന അലിഗേഷൻ ഫോൾസ് ആണെന്ന് പറയത്തക്ക രീതിയിലുള്ള എവിഡൻസ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ അർഹതയുള്ള രീതിയിൽ അദ്ദേഹത്തിന് പല കാര്യങ്ങളും കാണിക്കാൻ പറ്റുമെങ്കിൽ കോടതി ജാമ്യം കൊടുക്കും. അതാണ് സിദ്ദിഖിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പം സിദ്ദിഖിനെതിരെ വളരെ കൂടുതലായിട്ടുള്ള സോളിഡ് എവിഡൻസ് ഉണ്ടായിരുന്നു. ആ സോളിഡ് എവിഡൻസ് കാരണമാണ് അദ്ദേഹത്തിന് അത് കിട്ടാതെ. അത് മാത്രമല്ല, കൃത്യമായി കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ്റെ ആവശ്യം വേണ്ടതായിട്ട് തോന്നുന്നു. നമ്മൾ പറഞ്ഞല്ലേ, ഒന്ന് ഹൈക്കോടതി ആയതുകൊണ്ടും ഒന്ന് സെഷൻസ് കോടതി ആയതുകൊണ്ടും എന്ന് പറഞ്ഞുള്ളൊരു കമ്പാരിസൻ്റെ ആവശ്യം നമുക്കില്ല. അങ്ങനൊരു കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോർട്ട് ഓഫ് ലോയെ നമ്മൾ ഡീഗ്രേഡ് ചെയ്തതിന് തുല്യമായിരിക്കും. ഏത് കോടതി ആയാലും ആ ഇരിക്കുന്ന ജഡ്ജ്
ആ ആളുടെ ജുഡീഷ്യൽ മൈൻഡ് അപ്ലൈ ചെയ്ത് തന്നെയാണ് ഒരു റിസൾട്ടിലേക്ക് വരുന്നത്, ഒരു അഡ്ജുഡിക്കേഷനിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഡറിലേക്ക്, ജഡ്ജ്മെന്റിലേക്ക് വരുന്നത്. ആ ജുഡീഷ്യൽ മൈൻഡ് അപ്ലൈ ചെയ്തതിനെ നമ്മൾ മാന്യമായി കാണണം എന്നാ. നമുക്ക് ചിലപ്പോൾ യോജിപ്പുണ്ടാകത്തില്ല ആ ജഡ്ജ്മെന്റിനോട്, നമുക്ക് ചിലപ്പോൾ എതിർപ്പ് കാണും, പക്ഷെ അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ വി ഷുഡ് അക്സെപ്റ്റ് ഇറ്റ് എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മുകേഷിന് അങ്ങോട്ട് ഒരു ആനുകൂല്യം കിട്ടുന്നതിന് കാരണം മുകേഷിന് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തപ്പം ഇതിനകത്ത് ഈ ലേഡി ചെയ്ത് എന്തൊക്കെയോ എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞല്ലോ ലേഡി എന്തൊക്കെയോ ചെയ്തതിനെക്കുറിച്ച് അയാൾക്ക് പറയാനുള്ളതും കൂടെ കോടതി കേട്ട ശേഷം കോടതി അങ്ങോട്ട് തീരുമാനം എടുക്കുന്നു. ഇതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞു വരുന്നതിൻ്റെ എൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് എന്താണ്? വാട്ട് ഈസ് മൈ പോയിന്റ്? വാട്ട് ഈസ് എ പോയിന്റ് വിച്ച് ഐ എം ട്രൈങ് ടു ബ്രിങ് ബിഫോർ ദ പീപ്പിൾ? നിങ്ങളുടെ ചുമ്മാതൊരു അഡ്ജുഡിക്കേഷൻ നടത്തല, കോടതി ഒരു തീരുമാനം എടുക്കുന്നത് ചുമ്മാതെടുക്കുകയല്ല. അതിൻ്റെ ആ കോടതിയുടെ മുന്നിൽ, ആ ജഡ്ജിയുടെ മുന്നിൽ വരുന്ന മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് വെച്ചാൽ തെളിവാണ് സംഭവം, അതിൻ്റെ മുന്നിൽ ആണ് തീരുമാനം ഉണ്ടാകുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കേസിൽ പ്രോസിക്യൂഷൻ ആണെങ്കിലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ബ്രില്യൻ്റ് ഇൻവെസ്റ്റിഗേഷൻ്റെ റിസൾട്ട് കൊണ്ട് ഈ പറയുന്ന നല്ല എവിഡൻസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് ഓർഡർ വരുന്നത്. അല്ല എങ്കിൽ ഈ പറയുന്ന റോണി കെ ബേബിയുടെ ഈ വാദത്തോട് ഞാൻ ആദ്യം തന്നെ മറുപടി പറഞ്ഞതാണ്. റോണി കെ ബേബി പറഞ്ഞ രീതിയിൽ സ്ത്രീ പക്ഷമായി നമ്മൾ നിൽക്കുമ്പോഴും ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറഞ്ഞൊരു കാര്യം വെച്ചിരിക്കുന്നത്, നിയമത്തിൽ വെച്ചിരിക്കുന്നത് CRPC അങ്ങോട്ട് പ്രൊവിഷൻ വരുന്നതിന് കാരണം എനിക്കത് അർഹത ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടണം, ബെയിൽ ഈസ് മൈ റൈറ്റ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അതിനെ ഗെറ്റ് ഓവർ ചെയ്യാൻ കൃത്യമായി പ്രോസിക്യൂഷനാണ് കഴിയുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രോസിക്യൂഷൻ അത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് കൊടുക്കുക. എന്തിനാ ഒരാൾ നല്ലതായിട്ട് പ്രവർത്തിച്ചു, അഡ്വക്കേറ്റ് ജനറലിന് വേണ്ടി ഇന്ന ആൾ ഹാജരായി, അദ്ദേഹം ഗവൺമെന്റ് പ്ലീഡർ ഹാജരായി, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ജഡ്ജിയെ ബോധ്യപ്പെടുത്തി ആ സ്ത്രീക്ക് അനുകൂലമായ ഒരു ഓർഡർ വാങ്ങിക്കുന്നു. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ എന്താ പാട്? എനിക്കതാ മനസ്സിലാകാത്തത്. ഒരാളുടെ എഫേർട്ട് അല്ലേ, ആ ഒരു മനുഷ്യൻ്റെ ഒരു എഫേർട്ടും കൂടെ ഇല്ലാത്തില്ലേ, ഒരു ആർട്ട് ഓഫ് അഡ്വക്കസി ഇല്ലേ ഇതല്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന്റെ വലിയ റിഗ്രസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇല്ലേ? ഇതിനെല്ലാം നമുക്കൊരു പൊളിറ്റിക്കൽ പോയിന്റ് പറയാനുള്ളത് കൊണ്ട് ഇതൊക്കെ ചുമ്മാതാണ്, ജഡ്ജി നമുക്ക് ചുമ്മാ തന്നതാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ ജഡ്ജി ഇതേ എടുക്കാൻ ജഡ്ജിക്ക് പറ്റത്തുള്ളൂ, മറ്റൊരു വ്യൂ ജഡ്ജിക്ക് എടുക്കാനേ പറ്റത്തില്ല ഇന്നത്തെ പ്രസന്റ് സാഹചര്യത്തിൽ എന്ന് പറയുന്ന ആ പൊസിഷനോട് യഥാർത്ഥത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല. അതിനകത്ത് നമുക്ക് കൂടുതൽ തർക്കിച്ച് സമയം കളയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഇവിടെ കോടതി നടത്തുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞു സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നതാണ് ഈ പൊതുബോധ നിർമ്മിതിയെ ബോധ്യപ്പെടുത്താൻ. അറസ്റ്റ് ഉണ്ടാകുമ്പോൾ അല്പം കൂടി വിശ്വാസ്യത ഉണ്ടാകുന്നു, ഇവിടെ അത് ഉണ്ടാകുന്നില്ല, അതിന്റെ പ്രശ്നം ശരി. അത് അങ്ങനെ നിൽക്കുമ്പോൾ പോലും നോക്കൂ, ഇവിടെ സിദ്ദീഖിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല, അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല എന്നതുകൊണ്ട് ഇപ്പോൾ അതിജീവിതയുടെ പോലും സംശയത്തിന്റെ ഇന്ന് അവരുടെ പ്രതികരണം ആ നിലയിലായിരുന്നു. എന്തൊക്കെയാണ്? ഒന്ന്, ഈ ഫേസ്ബുക്കിലൂടെ മുൻപ് ചാറ്റ് ചെയ്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ഇതുവരെ അന്വേഷണ പരിധിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിജീവിത പറയുന്നത്. ആ ഫോൺ സിദ്ദീഖിന്റെ കയ്യിലാണ് ഉള്ളത്, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തത് കൊണ്ട് അത് അന്വേഷണ പരിധിയിലേക്ക് വരുന്നില്ല. ഒരുപക്ഷെ ഈ സമയം അത് പ്രതിക്ക് ഇത്തരം കാര്യങ്ങൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒന്ന്. അങ്ങനെ ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണമല്ലോ. രണ്ട്, മുൻകൂർ ജാമ്യം ഇല്ല എന്ന് കോടതി പറഞ്ഞ് ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അറസ്റ്റിലേക്ക് കടക്കുന്നു എന്നുള്ളത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുകയാണ്. പക്ഷേ സിദ്ദീഖ് ഒളിവിലാണ്, അന്വേഷണ സംഘത്തിന്റെ റഡാറിന് പുറത്താണ് സിദ്ദീഖ് എന്നുള്ളത് വരുത്തി തീർക്കാൻ ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യം ഇല്ല എന്ന് പറയുന്ന നിമിഷത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന് അറസ്റ്റിലേക്ക് കടക്കണം എന്നുള്ളത് ഉണ്ടായിരിക്കില്ല. പക്ഷേ പൊതുബോധം മറ്റൊരു തരത്തിലായി പോകും എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് ഇവിടെ. PM ആതിര, അറസ്റ്റ് യഥാർത്ഥത്തിൽ ഇനി മുൻകൂർ ജാമ്യം തള്ളിയ സ്ഥിതിക്ക് അധികം വൈകാതെ തന്നെ അറസ്റ്റ് നടക്കണം. കാരണം മുൻകൂർ ജാമ്യം പെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് അറസ്റ്റ് പൊതുവിൽ നടക്കാറില്ല. പക്ഷെ റേപ്പ് പോലെ ഒരു കൂടിയ ക്രൈമിനകത്ത് മുൻകൂർ ജാമ്യം തള്ളിയ സ്ഥിതിക്ക് അധികം വൈകാതെ തന്നെ അറസ്റ്റ് നടക്കണം. ഇതുവരെ അറസ്റ്റ് നടക്കാത്തതിനെ കുറ്റപ്പെടുത്തല്ല, ഇനി അറസ്റ്റ് വൈകാതെ തന്നെ നടക്കേണ്ടതുണ്ട്. അതിന് പോലീസിൻ്റെയും മറ്റ് സംവിധാനങ്ങളൊക്കെ വളരെ അലേർട്ടായിട്ട് അതിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയൊരു വിധി ആൻറ്റിസിപ്പേറ്ററി ബെയിലിനകത്ത് മുൻകൂർ ജാമ്യത്തിനകത്ത് ഉണ്ടായ സമയത്ത് തന്നെ ഇതിലെ അതിജീവിത ഒരു പരിധി വരെ വിജയിച്ച ഒരവസ്ഥയുണ്ട്. അതിൽ നിന്നുകൊണ്ട് ആ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സുമായി സംസാരിക്കാനും അതിനകത്ത് അവരുടെ ഭാഗത്തു നിന്ന് അവരാഗ്രഹിക്കും വിധം തന്നെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ പിന്തുണയും
അവർ ഇൻഡിവിജ്വൽ എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. അവർക്ക് കൊടുക്കേണ്ട എല്ലാവിധ പിന്തുണയും നമ്മളാലാവും വിധം പൊതുസമൂഹം നൽകേണ്ടതുണ്ട്. കാരണം അവരെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തും വിധം ഒരുപാട് പ്രചരണങ്ങൾ ഫേസ്ബുക്കിൽ അവർ മീഡിയയിൽ വരുമ്പോഴൊക്കെ അവർക്കെതിരായിട്ട് വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് കൊടുക്കേണ്ടുന്നൊരു പിന്തുണയെ കൂടിയാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ക്യാരക്ടർ അസാസിനേഷൻ ഇത്തരം കേസുകൾക്കകത്ത് ഗുണം ചെയ്യില്ല എന്നുള്ള പരാമർശം ഉൾപ്പെടെ ഹൈക്കോടതിൻ്റെ അകത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വിജയ് ബാബു കേസിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്ത അതേ ഹൈക്കോടതി തന്നെയാണല്ലോ, അതേ ജുഡീഷ്യൽ ഓഫീസേഴ്സ് അല്ല, പക്ഷേ അതേ കോടതി തന്നെയാണല്ലോ ഇതിനകത്ത് ഇപ്പം ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിഷേധിച്ചത്. വിജയ് ബാബു കേസിൽ ഇത്രയും കാലതാമസം ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഈ കേസിൽ ഇത്രയും കാലതാമസം ഉണ്ട്. 2016 നടന്ന ഒരു ഒഫൻസിൽ 2024 ക്രൈം രജിസ്റ്റർ ചെയ്യുന്നത്. എന്നിട്ടും മാഞ്ഞു പോകാത്ത തെളിവുകൾ അതിശക്തമായിട്ടുണ്ട് ഈ കേസിനകത്തുനിന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോടതിയെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിയും വിധമുള്ള അതിശക്തമായിട്ടുള്ള തെളിവുകൾ ഈ കേസിനകത്ത്, ഈ പർട്ടിക്കുലർ കേസിനകത്തുണ്ട്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇത്രയും ഡിലേ ഒക്കെ വരുന്ന സമയത്ത് എന്ത് സമീപനമാണ് ജില്ലാ കോടതികൾ സ്വീകരിക്കാറുള്ളത്, എന്ത് സമീപനമാണ് ഹൈക്കോടതികൾ സ്വീകരിക്കാറുള്ളത് എന്നുള്ള ഇത്ര ജനശ്രദ്ധയുള്ള കേസുകളല്ല. അല്ലാത്ത കേസുകൾക്കകത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് എത്ര ഇങ്ങനെയുള്ള കൾപ്രിറ്റുകളായിട്ടുള്ള ആളുകൾ മുൻകൂർ ജാമ്യം വാങ്ങി പുറത്തിറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ SITയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിനകത്ത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യുന്നതിനും കോടതിയുടെ മുന്നിൽ പ്രോസിക്യൂഷൻ വഴി ഹാജരാക്കുന്നതിനും ഒരു പരിധിവരെ സാധിച്ചതുകൊണ്ടാണല്ലോ ഇത്രയും ഡിലേ ഉള്ളൊരു കേസിനകത്ത് ഇങ്ങനൊരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ നിഷേധം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റായ വഴിക്ക് പോകുന്നു എന്നുള്ള തോന്നൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ആകുലതകൾ അതിജീവിതമൊക്കെ ഉണ്ടെങ്കിൽ നിശ്ചയമായും അവരോടൊപ്പം നിന്നിട്ട് ആ ആകുലതകൾക്ക് പരിഹാരം കണ്ടെത്തൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്, SITയുടെ ഉത്തരവാദിത്തമാണ്. അവർ നിർവഹിക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇത്രത്തോളം കാര്യങ്ങൾ എത്തിയ സ്ഥിതിക്ക് ആ രീതിയിൽ തന്നെ അതിജീവിതയെ ഓടൊപ്പം നിന്നുകൊണ്ട് ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിൽ പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇതുവരെ നടന്ന സംഭവ വീക്ഷിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അത് സംഭവിക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അറസ്റ്റ് അധികം വൈകാതെ തന്നെ നമുക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി, പ്രൊഫസർ റോണി കെ ബേബി, ഈ കാര്യങ്ങളൊക്കെയും കോടതിയിൽ അന്വേഷണ സംഘം വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തെളിവുകളുടെ കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ. ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്തെ മസ്കർ ഹോട്ടലിലാണ്. അവിടെ അന്ന് സിദ്ദീഖ് താമസിച്ചതിൻ്റെ, അതിജീവിത ഈ പറയുന്ന സിനിമയുടെ പ്രിവ്യൂ ഷോയിൽ പങ്കെടുത്തതിൻ്റെ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പോലും, ഏറ്റവും മൈന്യൂട്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും അതിജീവിത മാധ്യമങ്ങളുടെ മുന്നിൽ പോലും പറഞ്ഞു. സിദ്ദീഖ് കഴിച്ച ഭക്ഷണത്തിൻ്റെ കാര്യം ഉൾപ്പെടെ. അപ്പോൾ അന്ന് സിദ്ദീഖ് ഓർഡർ ചെയ്ത ഭക്ഷണം ഇവർ പറഞ്ഞത് തന്നെയാണ് എന്നത് ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തുകയും അത് കോടതിയിൽ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രൊഫസർ റോണി കെ ബേബി. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരിക്കാനാകുമോ? അസിത, ഞാൻ ആദ്യം ഉന്നയിച്ച അതേ വാദങ്ങളിൽ തന്നെ നിൽക്കുക. ഞാൻ ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസ് ഞാനത് ഡോക്ടർ ലാലിന്റെ പ്രസന്റേഷന് ശേഷം പറയാമെന്ന് കരുതി മാറ്റി വെച്ചിരിക്കുക. ഞാൻ വളരെ കൃത്യമായി തന്നെ ഡോക്ടർ ലാലിന്റെ ഈ ജഡ്ജ്മെന്റ് ഉണ്ട് എന്ന് കരുതിയ അതിൽ അദ്ദേഹത്തിന്റെ സന്ദേശം എനിക്ക് പേജ് നമ്പർ 10 പാരഗ്രാഫ് നമ്പർ 6 അതിൽ വളരെ കൃത്യമായി തന്നെ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? The state police are not conducting the investigation properly. They have yielded to the petitioner's influence by not arresting him or recovering the electronic evidence. There is every likelihood of the petitioner destroying the evidence. സാർ ഒരു കാര്യം സാർ മനസ്സിലാക്കൂ. ഒരു കാര്യം മനസ്സിലാക്കൂ. സാർ ചെയ്യുന്ന തെറ്റ് ഞാൻ പറഞ്ഞുതരാം. അത് അഡ്വക്കേറ്റിന്റെ വാദമാണ്, കോടതിയുടെ ഇൻഫറൻസ് അല്ല. ലാൽകുമാർ നോക്കൂ, അത് ശരിയാണ്. പക്ഷേ ഒരു മിനിറ്റ് ഇവിടെ ഇന്നത്തെ ഈ ജഡ്ജ്മെന്റിൽ ഈ രണ്ട് ഭാഗങ്ങൾ കൃത്യമായി ആ ജഡ്ജ്മെന്റിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഫസർ റോണി കെ ബേബി പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നമ്മൾ ആ വാദത്തെ എടുത്താൽ പോലും അങ്ങനെ ഒരു പരാതി ഇപ്പോൾ അല്ല താങ്കൾ പറയുന്നത് ശരിയാണ്. ഈ പറയുന്ന കോടതിയുടെ കമന്റ് അല്ല. യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഫാക്ട്. അല്ല, ഒരിക്കലും സാർ. ഞാനിപ്പോ ഒരു ലോയറാണ്. ഒറ്റ സെക്കൻഡ്. ഞാനിപ്പോ ഒരു ലോയറാണ്. എനിക്കൊരു രാഷ്ട്രീയമുള്ള ലോയറാണ്. അത് ഈ പറഞ്ഞ കാര്യം അത് ഈ പറയുന്ന അഭിഭാഷകന്റെ വാദമായിരുന്നോ അതോ കോടതിയുടെ ഇൻഫറൻസ് ആയിരുന്നോ എന്ന് ആതിരയോടൊന്ന് ചോദിരും. റോണി കെ ബേബി അത് മനസ്സിലാക്കിയുള്ള പ്രശ്നമാണ്. ഞാൻ 100% ഉറപ്പിച്ചു പറയുന്നു. ഞാൻ നിഷ്പക്ഷനല്ല. പക്ഷേ അവിടെ അപ്പുറത്തെ
ഉണ്ടല്ലോ, ഒന്ന് ചോദിച്ചോ. അല്ല ശരിയാണ്, ആതിര അവിടെ ഇടപെട്ട് പറഞ്ഞു. അല്ല, ഞാൻ അതിൽ പറയാൻ ശ്രമിച്ചത് ഇപ്പോൾ പ്രൊഫസർ റോണി കെ ബേബി അല്ല, വായിച്ച 10ാമത്തെ പേജ് എന്നൊക്കെ ഇപ്പൊ പറയുമ്പോ ഒബ്സർവേഷൻ ലാസ്റ്റ് പേജുകളിലല്ലേ വരുന്നത് കോടതിയുടെ 10ാമത്തെ പേജിൽ എന്തായാലും കോർട്ട് ഒബ്സർവേഷൻ കോടതി ഈ വാദങ്ങളെ രണ്ട് ഭാഗങ്ങളുടെ വാദം രണ്ട് കക്ഷികളുടെ വാദങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടാണ് കോടതി അവസാനം ഫൈനൽ ജഡ്ജ്മെന്റ്. അല്ലല്ല, ഒരിക്കലും സാർ അങ്ങനെ 10ാമത്തെ പേജിൽ അതല്ലല്ലോ ലാൽ സാർ ഞാൻ പറയട്ടെ ഇപ്പോൾ സിദ്ദിഖിന്റെ അഭിഭാഷകൻ പറഞ്ഞ കമന്റ് ആണെങ്കിൽ അങ്ങനെയെങ്കിൽ അതൊക്കെ ഇങ്ങനെ പറയുമ്പോ പെറ്റീഷനേഴ്സ് എന്താ പറയുന്നത്, they have yielded to the petitioner's influence by not arresting him or recovering the electronic evidence. പാരഗ്രാഫ് 6 സാർ ഞാൻ പറഞ്ഞുതരാം. അത് ആരുടെ വാദം എന്നറിയോ? അത് വിക്ടിമിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന്റെ വാദമാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന്റെ വിക്ടിമിന് വേണ്ടിയുള്ള വാദമാണ് പാരഗ്രാഫ് 6. താങ്കൾ അതിലൊരു ക്ലാരിറ്റി വരുത്തി പോകാം. നോക്കൂ, പ്രൊഫസർ റോണി കെ ബേബി അത് തന്നെയാണ് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ എൻ ലാൽകുമാർ, അങ്ങനെയാണെങ്കിൽ വിക്ടിമിന് അങ്ങനെ ഒരു അതെ അതാണ് ശ്രീ എൻ ലാൽകുമാർ. നോക്കൂ, അതാണ് ഞാൻ മുൻപ് ആതിരയോട് ചോദിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ വിക്ടിമിന് അങ്ങനെ ഒരു ആശങ്കയുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം. ആതിര ഇടപെടണ്ട. നിക്ക് അസീത ഇടപെടണ്ട. ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴാണ് അതിനകത്ത് ഇടപെട്ടത്? ഞാൻ സത്യം പറഞ്ഞാൽ ചർച്ചയ്ക്കിടയ്ക്ക് ഇടപെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ ഇടപെട്ടത് റോണി കെ ബേബി പറഞ്ഞത് ഇത് കോടതി കണ്ടെത്തി എന്ന് പറഞ്ഞതുകൊണ്ടാണ്, കോടതിയുടെ ഫൈൻഡിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിക്ടിമിന്റെ കാര്യത്തിൽ അസീത ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ അല്ല എന്ന് പറയുന്നത് ബന്ധപ്പെട്ട് അസീത തന്നെ ഇങ്ങനൊരു വാദം ഇവിടെ ഉന്നയിച്ചല്ലോ. ആ വിക്ടിമിന് അങ്ങനെ തന്നെയാണ് വാദം. വിക്ടിം പൂർണ്ണമായി പ്രോസിക്യൂഷന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളല്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളല്ല. അതിനകത്ത് ഇവിടെ ഡൗട്ടില്ല. പക്ഷേ റോണി കെ ബേബി പറഞ്ഞതിനകത്ത് കോടതി കണ്ടെത്തി എന്ന് താങ്കൾ റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കിയോ. കോടതി കണ്ടെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ പോയി വാദിച്ച വാദം അത് പറയുന്നു, അപ്പുറത്ത് വാദിച്ച വാദം പറയുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഫൈൻഡിങ് കോടതിയുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ന്യായമാണ്. അത് ഫൈൻഡിങ് അല്ല എന്നാണ് എന്റെ വാദം. എനിക്ക് വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. ഫൈൻഡിങ് അല്ല, അത് ഈ പറയുന്ന വിക്ടിമിന്റെ അഭിഭാഷകനായ ഹരീഷ് വാസുദേവന്റെ വാദമാണ്. ശരി പ്രൊഫസർ റോണി കെ ബേബി, നോക്കൂ, ഇന്നിപ്പോൾ കോടതിയിൽ വിക്ടിമിന് വേണ്ടി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനും ഹാജരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ഭാഗത്തിന്റെയും വാദത്തിന്റെ വിശദാംശങ്ങൾ ഈ ജഡ്ജ്മെന്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ലാൽകുമാർ പറയുന്നത് പ്രകാരം അല്ലെങ്കിൽ ആതിര പറയുന്നത് പ്രകാരം അങ്ങനെ അവരുടെ വാദം, അതായത് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പാരഗ്രാഫ് 6 10ാമത്തെ പേജിൽ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ താങ്കൾ അതിൽ പറഞ്ഞതിൽ ചെറിയൊരു പിശകുണ്ട്, അത് കോടതിയുടെ നിരീക്ഷണമല്ല. അങ്ങനെയെങ്കിൽ നോക്കൂ പ്രൊഫസർ റോണി കെ ബേബി, ഇരയ്ക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് പറയാനുള്ളത് അവർക്കത് പറയുകയും കോടതിയുടെ ജഡ്ജ്മെന്റിൽ അത് ഭാഗമാകുകയും ചെയ്യാമല്ലോ. മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത് ലാസ്റ്റ് പാരഗ്രാഫിൽ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ ഇവിടെ ഒരു തർക്കത്തിനോ വാദത്തിനോ വേണ്ടിയല്ല. ഞാൻ എന്റെ നിലപാട് ആദ്യം തൊട്ട്, കാരണം ഞാൻ ആ ജഡ്ജ്മെന്റ് ഞാൻ മുഴുവൻ വായിച്ചിട്ടുള്ള നിലയിൽ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാനത് മനസ്സിലാക്കിയ ആളെന്ന നിലയിൽ ഞാൻ ഒരു സ്ത്രീപക്ഷ വാദത്തിൽ നിന്നുകൊണ്ടുള്ള ജഡ്ജ്മെന്റ് എന്നോട് പിന്നെ അത്യന്ത ചോദിച്ചു, ഇതേ കോടതി തന്നെയല്ലേ ഈ പറയുന്ന മുകേഷിന്റെ കാര്യത്തിൽ മറ്റൊരു വിധി പറഞ്ഞത്? ഇതേ കോടതി അല്ല അസിത, അത് എറണാകുളം പിന്നെ ഈ പറയുന്ന കോടതിയാണ്, എറണാകുളത്തെ സെഷൻസ് കോടതിയാണ്. എനിക്കിവിടെ ചോദിക്കാനുള്ള ചോദ്യം ഞാൻ കളക്ട് ചെയ്തോണ്ടല്ലോ എന്റെ ഒരു ന്യായമായിട്ടുള്ള സംശയം. അങ്ങനെയെങ്കിൽ ഈ ബെയിൽ പ്ലീ അനുവദിച്ചുകൊണ്ട്, മുകേഷിന്റെ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഈ പറയുന്ന എറണാകുളം സെഷൻസ് കോടതി വിധി പറഞ്ഞപ്പോൾ എന്തിന് അതിനെതിരെ ഈ പ്രോസിക്യൂഷൻ ഹൈക്കോടതി പോയില്ല? ഇപ്പോൾ ഈ പറയുന്ന സിദ്ദിഖിന്റെ കാര്യത്തിൽ ഈ സിദ്ദിഖിന് ജാമ്യം കൊടുക്കുമായിരുന്നെങ്കിൽ സ്വാഭാവികം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ ഡിവിഷൻ ബെഞ്ചിന്റെ അടുത്ത് ഈ പ്രോസിക്യൂഷൻ അടുത്ത ഹർജിയുമായിട്ട് പോകുമായിരുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതി വരെ പോകുമായിരുന്നു. ഇതാണ് ഇതിനകത്തൊരു പ്രശ്നം വരുന്നത്. ഇതിനകത്ത് ഈ രണ്ട് ആളുകൾക്കെതിരെ ഉണ്ടായിരുന്നു ഈ മെറ്റീരിയൽ എവിഡൻസ് ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രബലരായ ആളുകൾ, ശക്തരായ ആളുകൾ, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസ് പിന്നെ മാറ്റിവെക്കും, അല്ലെങ്കിൽ ആരെ ടാർഗറ്റ് ചെയ്യണം, ആരെ പൂട്ടണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട്. കാരണം ഈ മെറ്റീരിയൽ എവിഡൻസിന്റെ ഒക്കെ വാലിഡിറ്റി, ഞാൻ ഒരിക്കലും സിദ്ദിഖിനെ അനുകൂലിച്ചോ ന്യായിച്ചോ സിദ്ദിഖിനായിട്ട് വക്കാലത്തോടല്ല സംസാരിക്കുന്നത്. ഇതിന്റെയൊക്കെ വാലിഡിറ്റി ഒക്കെ അടുത്ത ഘട്ടത്തിലാണ്. അതാണ് കോടതിയുടെ ജഡ്ജ്മെന്റിൽ. കാരണം ഇത് ഞാൻ പറഞ്ഞ ഈ ഇരയ്ക്ക് പോലും, ഇര അവിടെ ചോദിച്ചൊരു കാര്യം വളരെ ശ്രദ്ധയോട് ഞാൻ ഇത് കൃത്യം പറയട്ടെ, കൺക്ലൂഡ് ചെയ്തു. ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറയുന്നത് ഈ 2019 ഈ ഇര ഈ കാര്യം പുറത്തു പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന സിദ്ദിഖ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ഈ പറയുന്ന ഈ ഇരയെ ഭീഷണിപ്പെടുത്തി എന്നാ പറയുന്നത്. ഇരയെ ഭീഷണിപ്പെടുത്തി.
കാരണം അങ്ങനെ നമുക്കൊരു മെസ്സേജ്, ഈ പറയുന്ന മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് അയച്ചിരിക്കാം. അത് ചിലപ്പോൾ വോയിസ് മെസ്സേജ് ആവാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആവാം. പക്ഷേ അങ്ങനെയുള്ള അത് വളരെ എവിഡൻസ് ആണല്ലോ. ആ എവിഡൻസ് ഇതുവരെ കേരള പോലീസിന് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അത് വളരെ പിന്നെ പോലീസിന്റെ വീഴ്ചയല്ലേ? കാരണം ഒരു പ്രതിയെ ഇതുമായി ബന്ധിപ്പിക്കുന്ന, അല്ലെ ഒരാളെ ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇന്ന് ഇലക്ട്രോണിക് എവിഡൻസ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ അങ്ങനെ ഒരു എവിഡൻസ് അല്ല. അല്ലാണ്ട് ഈ പറയുന്ന ഈ മസ്കറ്റ് ഹോട്ടലിൽ പോയി പിന്നെ സിദ്ദിഖ് തൈര് കൂട്ടിയാണ് ചോറ് കൊണ്ടുവന്നത് ഒന്നും അല്ലല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ്. ശരി 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 പ്രൊഫസർ റോണി കെ ബേബി, വ്യക്തമാണ്. ലാൽ, ചെറിയൊരു കമന്റ്, ഒരു ഇടവേളയിലേക്ക് പോകണം അതിനു മുൻപ്. ഹലോ, ഒന്നാമത്തെ കാര്യം, തെളിവ് നശിപ്പിക്കുകയാണെങ്കിൽ തെളിവ് നശിപ്പിക്കുന്നത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് കോടതിക്കറിയാം. അവിടെ അഡ്വേഴ്സ് ഇൻഫറൻസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് 8 വർഷം മുമ്പ് നടന്നൊരു വിഷയത്തിൽ അതേ ഗാഡ്ജറ്റ് ഇപ്പോഴും സിദ്ദിഖ് കൈവച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ധാരണ എനിക്കില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഇതേ 8 വർഷം മുമ്പ് അദ്ദേഹം ത്രട്ടൺ ചെയ്തുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺ ഇപ്പം ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അന്വേഷണം തുടങ്ങിയ ശേഷം അദ്ദേഹം തെളിവ് നശിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അവിടെ പ്രസ്യൂം ചെയ്യുന്നത്. എൻ്റെ ഒരു അത് ലോജിക്കലോ ഇല്ലോജിക്കലോ അത് ഉണ്ടായിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. അതൊരു പൊളിറ്റിക്കൽ, ഞാൻ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ആർഗ്യുമെന്റും കൂടെയാണ്. അതൊന്നും അല്ല ഇവിടെ യഥാർത്ഥത്തിൽ. ഇതിനൊക്കെ അസിത് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ പറയുന്ന വാദം, ആറാമത്തെ പാരഗ്രാഫിലുള്ള വാദം, അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ദ ലേൺഡ്, റോണി കെ ബേബി പറഞ്ഞ പാരഗ്രാഫാണ്. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ദ ലേൺഡ് കൗൺസിൽ ഓഫ് ദ സർവൈവർ സ്റ്റൗട്ട്ലി റെസിസ്റ്റഡ്, തുടക്കുന്ന അതാ. ആ പാരഗ്രാഫിന്റെ തുടക്കം തന്നെ അതാ. എന്നിട്ടാണ് ഈ വാദങ്ങളെല്ലാം ഈ പറഞ്ഞ ഗാഡ്ജറ്റ് നശിപ്പിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് കടന്നു പോകുന്നത് ആണല്ലോ. ഈ പറയുന്ന ഇതെല്ലാം കേട്ട ശേഷവും ആന്റിസിപ്പേറ്ററി റിജക്ട് ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതല്ലാതെ തന്നെ സിദ്ദിഖിനെ പ്രിജുഡൈസ് ചെയ്യാനുള്ള എവിഡൻസ് പ്രൈമ ഫേസി ഉണ്ട്. ഇത് ഈ പറയുന്ന സാധനത്തിൽ മാത്രമല്ല നിൽക്കുന്നത്, അല്ലാതെ തന്നെ വളരെ സോളിഡ് ആയിട്ടുള്ള, വളരെ ക്ലിഞ്ചിങ് ആയിട്ടുള്ള എവിഡൻസ് ഈ പറയുന്ന സിദ്ദിഖിനെതിരെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നത് ഒരു ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നത്. 2, ഈ മുന്നോട്ട് യാത്ര പോവാ, ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ പോവാ. ഇപ്പൊ ഈ പറയുന്ന ഇദ്ദേഹത്തിനെ കയ്യിൽ കിട്ടി, അറസ്റ്റ് ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് ഗാഡ്ജറ്റ് കൈ കിട്ടിയില്ലെങ്കിലോ? അപ്പൊ നമ്മൾ പറഞ്ഞാൽ ഇതിനകത്താണ് എല്ലാം ഇരിക്കുന്നത് എന്നുള്ള ഒരു ഇംപ്രഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അത് ഒരു കാര്യം മാത്രമാണ്. അതുകൂടെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. തീർച്ചയായിട്ടും റോണി കെ ബേബിയുടെ വാദം കറക്റ്റാണ്, തീർച്ചയായിട്ടും നല്ലതായിരുന്നു. പക്ഷെ അതിൽ മാത്രമാണ് ഇരിക്കുന്നതെന്ന് കണക്കാക്കരുത്. പെൺകുട്ടിയുടെ മൊഴിയുണ്ട്, അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, ഒരു ചെയിൻ ഓഫ് എവിഡൻസ് വേറെ ഒത്തിരി ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ ഗെറ്റ് ഓവർ ചെയ്ത് ഈ പറയുന്ന ഒരു ഫോണിൽ മാത്രമാണ് അദ്ദേഹം ത്രട്ടൺ ചെയ്ത ആ കാര്യം മാത്രമാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു ഗസ്. ശരി. അഡ്വക്കേറ്റ് പി എം ആതിര, സിദ്ദീഖ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആനുകൂല്യമാണ്, അദ്ദേഹത്തിന് നിയമം നൽകുന്ന സാധ്യതയുമാണ്. അതങ്ങനെ നടക്കട്ടെ. അല്പം മുമ്പ് ഇവിടെ പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായ ഒരു കാര്യം, അത് നമ്മൾ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുമാണ്. അതായത് ഇപ്പോൾ ഈ ജഡ്ജ്മെന്റ് പൂർണ്ണമായും വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ വരുമ്പോൾ ഇങ്ങനൊരു നറേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം പ്രോപ്പർ അല്ല എന്ന് അവർക്കൊരു സംശയമുണ്ട് എന്നുള്ളത്. പക്ഷെ അത് കോടതിക്ക് ഉണ്ടാകില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് അവസാനം എത്തുക കൂടി ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, മെറിറ്റിലേക്ക് കടന്നിട്ടില്ല എന്ന് ആ ജഡ്ജ്മെന്റിൽ എഴുതി വെക്കുക കൂടി ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് ഇതിൽ മറ്റൊരു താല്പര്യമുണ്ട് എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ നിലയിലൊരു നറേഷൻ ഇവിടെ ഉണ്ടാകും. അതാണ് പ്രശ്നം. അല്ല, നമുക്ക് ഇങ്ങനെ ഒരു ബിറ്റർ എക്സ്പീരിയൻസിലൂടെ ഒക്കെ കടന്നുപോയ മനുഷ്യർ ഇങ്ങനെ തന്നെ പെരുമാറണമെന്നൊന്നും നമുക്ക് പ്രെജുഡൈസ്ഡ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം എല്ലാ മനുഷ്യരെയും സംശയിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവുക. അതുകൊണ്ട് അവരോട് നിങ്ങൾ എന്തുകൊണ്ട് SITയെ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല, എന്തുകൊണ്ട് പ്രോസിക്യൂഷനെ വിശ്വസിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തേണ്ടുന്ന ഒരു ഘട്ടമല്ല ഇത്. അത് സ്വാഭാവികമായിട്ടും SITയും പ്രോസിക്യൂഷനും തുടർന്നുള്ള അവരുടെ പെരുമാറ്റം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ആർജിച്ചെടുക്കേണ്ടതാണ് അതിജീവിതയുടെ വിശ്വാസം എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ പാരഗ്രാഫ് 5-നകത്ത് പ്രോസിക്യൂഷൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവധാനതയുള്ള മനസ്സോടുകൂടി അവർ മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിൽ അവർ മനസ്സിലാക്കട്ടെ എന്നല്ലേ നമുക്കിപ്പോൾ പറയാൻ വേണ്ടി പറ്റൂ. കാരണം
നമ്മളെ മീഡിയയൊക്കെ അതിനെ ട്രിഗർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിജീവിതമൊക്കെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ട്രിഗർ ചെയ്യാം, എന്നിട്ട് അതിലെങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം, ഇതൊക്കെയാണ് നമ്മളെ മീഡിയയുടെ താല്പര്യം. ഞാൻ യഥാർത്ഥത്തിൽ ആ താല്പര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് അതിജീവിതയ്ക്ക് അങ്ങനെ ഒരു ആൻസൈറ്റി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്, പ്രോസിക്യൂഷൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, SITയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതവർ നിർവഹിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് വിക്ടിമിന് വേണ്ടി അപ്പിയർ ചെയ്ത അവരുടെ വാദങ്ങൾ കോടതിയുടെ മുമ്പാകെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ക്ലിയർ ചെയ്ത് പോകുമെന്നുള്ള വിശ്വാസം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ബെയിൽ ഒബ്ജക്ഷൻ്റെ ഭാഗമായിട്ട് റേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രോസിക്യൂഷന് വേണ്ടി അപ്പിയർ ചെയ്യുന്ന സമയത്ത് പിന്നെ വിക്ടിമിന് വേണ്ടി പ്രത്യേകം കൗൺസിൽ ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളിൽ അവർ പ്രോസിക്യൂഷൻ വേണ്ടത്ര ചെയ്യുന്നില്ല, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വേണ്ടത്ര ചെയ്യുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായി ഉയർത്തുന്ന വാദം തന്നെയാണ്. ഇതിനകത്ത് അങ്ങനെ പർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അത് ട്രിഗർ ചെയ്യുന്നതും കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്നതും ഈ ഒരു ഘട്ടത്തിൽ അതിജീവിതയ്ക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളത് അത് ചെയ്യുന്ന ആളുകൾ ആലോചിക്കണം എന്നുള്ളതാണ്. അവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് അവരെ സഹായിക്കും വിധമുള്ള നിലപാടുകളായിരിക്കണം ഈ ഘട്ടത്തിൽ എടുക്കേണ്ടത്. അതിൽ സങ്കുചിത രാഷ്ട്രീയ ലാഭത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അവരെ കൂടുതൽ ഈ ഒരു അവസ്ഥയിൽ കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് തള്ളി നിൽക്കുക അല്ല വേണ്ടത് എന്നുള്ളതാണ്. അതിൽ SIT അവരുടെ വിശ്വാസ്യത കുറവ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ആർജിക്കാനും അവർ ഉദ്ദേശിക്കും വിധം തന്നെ അന്വേഷണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇതിലെന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് SIT കാണിച്ചിട്ടുണ്ട് എന്ന് ഇത്തരം വാദം ഉന്നയിക്കുന്ന ചില കേസുകളിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിലെന്താണ് ചെയ്തത്, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നതിനെ നമുക്ക് മനസ്സിലാക്കാം. പകരം കാടടച്ചങ്ങ് വെടിവെക്കും പോലെ ഇതിനകത്തൊക്കെ തന്നെ പ്രബലരെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ചെയ്യുന്നു മറ്റ് രീതിയിൽ, അതൊക്കെ ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ. സ്ത്രീകൾക്ക് ഇത്രയും കാലം, എത്ര കാലമായി കേരളം ആരൊക്കെ ഭരിക്കുന്നു എന്നിട്ടൊന്നും അന്നൊന്നും പരാതിപ്പെടാൻ വേണ്ടി കഴിയാത്ത കേസുകൾ ഉൾപ്പെടെ ഇന്ന് ഈ 2024 പരാതിപ്പെടാൻ സന്നദ്ധമായല്ലോ. അതിനുള്ളൊരു അന്തരീക്ഷം ഉണ്ടായല്ലോ. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം അവസ്ഥകളിൽ നിൽക്കുന്ന സ്ത്രീകളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടുതൽ കൺഫ്യൂഷനിലേക്കും പ്രയാസങ്ങളിലേക്കും അവരെ കൂടുതൽ ദുർബലപ്പെടുത്തും വിധവും പോകാതെ അവരെ കംഫർട്ടബിളായി നിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകേണ്ടത്, അതിനകത്ത് പ്രൈം പ്രയോറിറ്റി വിക്ടിമിൻ്റെ സാറ്റിസ്ഫാക്ഷനും വിക്ടിമിൻ്റെ ആകുലതകളും കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സെൻസിബിലിറ്റി SITക്ക് ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. വളരെ ക്ലിയർ ആണ് താങ്കളുടെ ആ പോയിന്റ്. സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. പ്രൊഫസർ റോണി ബേബി ചുരുങ്ങിയ വാക്കുകളിൽ പറയണം. ഇവിടെ ഇപ്പോൾ PM ആതിര പറഞ്ഞതുപോലെ നമ്മൾ ഇത്തരം ചില സംശയങ്ങൾ അതൊരു പക്ഷേ സർക്കാരിനെതിരെയാകാം, അല്ലെങ്കിൽ ആ നിലയിൽ രാഷ്ട്രീയമാകാം, പക്ഷെ അത് ആത്യന്തികമായി ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള അതിജീവിതമാരുടെ ആത്മവിശ്വാസത്തെയാണ്. പിന്നെ സിദ്ദീഖിനെ പോലെ ഒരാൾക്ക് എത്ര നാൾ ഒളിവിൽ കഴിയാനാകും എന്നുള്ളത് ന്യായമായ ഒരു ചോദ്യവുമാണ്. അസിത, ഇന്ത്യയിലെ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഏറ്റവും നല്ല ബ്യൂട്ടി, ഏറ്റവും നല്ല സൗന്ദര്യമാണ് ഈ വിധിയിൽ കാണുന്നത്. ഇതൊരു പ്രോസിക്യൂഷൻ നേട്ടോടെ ഞാൻ കാണുന്നില്ല. കാരണം നമുക്കറിയാം, ഈ പറയുന്ന ബിൽക്കിസ് ബാനു കേസ്, അതാണല്ലോ അവസാനം ഇന്നത്തെ ജഡ്ജ്മെന്റിൽ എഴുതി വെച്ചിരിക്കുന്നത്. ബിൽക്കിസ് ബാനു കേസ് നമുക്കറിയാം, ഗുജറാത്തിലെ പ്രോസിക്യൂഷൻ, അവിടുത്തെ ഗവൺമെന്റ് മുഴുവൻ തെളിവുകളും തുടച്ചു നീക്കിയിട്ടും ആ സുപ്രീം കോടതി ആ ഇരയ്ക്കൊപ്പം നിന്നു. ഇവിടെ പിന്നെ എനിക്ക് ഇപ്പോഴും ഉണ്ട് സംശയം. ആദര് പറഞ്ഞു അവിടെ കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ. കാരണം അവിടെ ഈ ജഡ്ജ്മെന്റ് അനക്സ് നോക്കിയാൽ മതിയല്ലോ, ഹൈക്കോടതിക്ക് ഈ എന്ന് വാക്ക് എഴുതി വെക്കാൻ കാര്യമില്ലായിരുന്നല്ലോ. ഹൈക്കോടതിക്ക് അനക്സ് എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഒരു കസ്റ്റോഡിയൽ ഡിമാൻഡ് ഇതിൻ്റെ അകത്ത് ഈ ഇന്ററോഗേഷൻ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ഈ സിദ്ദീഖിനെ പിടികൂടിയ എന്നാ പറഞ്ഞത്, പൊറോട്ടയും ചിക്കനും മേടിച്ചു കൊടുത്ത് കേരള പോലീസ് കൊടുത്ത്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഈ അതിജീവിത ഈ SITയുടെ അന്വേഷണത്തിൽ തൃപ്തികരമല്ല. അതുകൊണ്ടാണല്ലോ DGPക്ക് ഇതിന് പരാതി കൊടുത്തല്ലോ, അന്വേഷിക്കുക. കേരളത്തിലെ DGPക്ക് ഈ അതിജീവിത ഈ SIT ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞ് പരാതി കൊടുത്തല്ലോ. അത് തന്നെയാണ് അവരുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിലും പറഞ്ഞത്. കോടതി കേസിന്റെ മെറിറ്റിലേക്കോ ഈ പ്രോസിക്യൂഷൻ നൽകിയ എവിഡൻസിലേക്കോ ഒന്നും പോകാതെ സ്ത്രീക്കൊപ്പം, ആ ഇരയ്ക്കൊപ്പം, അതിജീവിക്കൊപ്പം ജുഡീഷ്യൽ ആക്ടിവിസ്റ്റ് ബ്യൂട്ടി ഇവിടെ പ്രോസിക്യൂഷൻ മിസ്റൂൾ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടെ സിദ്ദീഖിനെതിരെ ഈ പറഞ്ഞ ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തു ബെയിലിന് പോകുന്നതിന് മുമ്പ്. ഈ മുകേഷിനെതിരെ ഇന്ത്യയിലെ ഏതൊരു കോടതിയിൽ കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്?
അതാണ് ഞാൻ പറഞ്ഞത്, പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് അത് കുറ്റകരമാണ്. അല്ല, നമ്മൾ ഈ സിദ്ദീഖിന്റെ കാര്യത്തിലെ ലുക്കൌട്ട് നോട്ടീസിനെ കുറിച്ച് ഇന്നാണല്ലോ പ്രൊഫസർ റോണി കെ ബേബി ഇത് ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. ലാൽകുമാർ പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ, വാദത്തിലേക്ക് പോകാൻ സമയമില്ല. ഒരൊറ്റ കാര്യം ഇതിനകത്ത് 9ാമത്തെ പേജിനകത്ത് വളരെ കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ ഈസ് നെസസറി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് 9ാമത്തെ പേജിൽ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ നമ്മൾ പറയുന്നത് മിസ്ലീഡിംഗ് ആയിരിക്കും. അപ്പം അങ്ങനെ അല്ല, പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട് 9ാമത്തെ പേജിൽ ഏകദേശം അവസാന ഭാഗത്തായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കസ്റ്റോഡിയൽ ദ പെറ്റീഷണേഴ്സ് കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ ഈസ് നെസസറി ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ക്രൈം പർട്ടിക്കുലർലി ഹിസ് പൊട്ടൻസി ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നതിനകത്ത് പ്രോസിക്യൂഷൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 9ാമത്തെ പേജിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇല്ല എന്ന് പറയുന്നത്? ലാൽ പറഞ്ഞോളൂ. അപ്പോൾ പ്രൊഫസർ റോണി കെ ബേബി പറയുന്ന തരത്തിൽ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു ബ്യൂട്ടി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, പക്ഷേ അത് മറ്റൊരിടത്തും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ വളരെ ലളിതമായി പറയാം. റോണി കെ ബേബി പറഞ്ഞ വാദം അനുസരിച്ച് വിജയബാബുവിൻ്റെ കേസ് എടുക്കാൻ നേരത്ത് ബിൽക്കിസ് ബാനുവിൻ്റെ കേസും മറ്റുള്ള ജുഡീഷ്യൽ പ്രീസിഡൻസിനെ കുറിച്ച് കോടതി ആലോചിക്കുകയും ഈ പ്രാവശ്യം ഇതിൻ്റെ കാര്യത്തിൽ ആലോചിച്ചില്ല എന്ന്, അല്ല, ആ കേസിൽ ആലോചിക്കാതിരിക്കുക ഈ കേസിൽ ആലോചിച്ചു എന്ന് വേണമെങ്കിൽ നമ്മൾ വിലയിരുത്തേണ്ടി വരും. അവിടെ എന്താണ് ആൻറ്റിസിപ്പേറ്ററി വെയിറ്റ് കൊടുത്തത്? അപ്പോൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസൊക്കെ കോടതി മറന്നുപോയതാണോ? അത് വളരെ വളരെ സിമ്പിളല്ലേ ലോജിക്ക്? അത് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്ന ഒരു വാദം. പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലീസ് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും ഈ പറയുന്ന പ്രോസിക്യൂഷനും മെറിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിനൊരു അനുകൂലമായിട്ടൊരു മെറിറ്റ് കിട്ടും. അത് ഒരു കാരണവശാലും കോൺഗ്രസ് കൊടുക്കരുത് എന്ന് വെച്ച് ഉറപ്പിച്ച് വന്നിരുന്നങ്ങ് പറയുന്നതേ ഉള്ളൂ. വേറെ കാര്യം അതിനകത്തൊന്നുമില്ല. കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഈ പറയുന്ന ഈ തെളിവ് ആരാ കണ്ടുപിടിച്ചത്? പോലീസ്. ആരുടെ പോലീസ്? പിണറായി വിജയൻ്റെ പോലീസ്. പിണറായി വിജയൻ്റെ പോലീസ് എന്ന് പറഞ്ഞാൽ മോശം നടക്കുമ്പോൾ മാത്രം പിണറായി വിജയൻ്റെ പോലീസ്, അല്ലാത്ത വേറെ ഇവിടുത്തെ ഗുജറാത്തിലെ പോലീസ് എന്ന് പറയുന്നതിനകത്ത് എന്ത് മര്യാദയുള്ളത്? അത് ശരിയല്ല. നിങ്ങൾക്ക് മോശം ഒരാളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നല്ലതിനും ക്രെഡിറ്റ് കൊടുക്കണം. നിങ്ങൾ മോശം ഇഷ്ടം പോലെ പറയുന്നുണ്ടല്ലോ. പിണറായി വിജയൻ്റെ പോലീസ് അത് ചെയ്തു, പിണറായി വിജയൻ്റെ പോലീസ് ഇടിച്ചു അന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ്റെ പോലീസിൻ്റെ കീഴിൽ വരുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടുപിടിച്ച എവിഡൻസിനെ അടിസ്ഥാനപ്പെടുത്തി അതിന് ഒരു ഡയല്യൂഷനും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്വാഭിതമായ വെറും രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. അത് കൂടുതലായിട്ട് ഒന്നും അതിനകത്തില്ല. ക്ലിയർ. വളരെ നന്ദി അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, പ്രൊഫസർ റോണി കെ ബേബി, അഡ്വക്കേറ്റ് പി എം ആതിര, ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്.